നെക്സ്റ്റ് ഈസ് കൺസ്ട്രക്ഷൻ ഓഫ് ബ്രേക്ക് ഈവൻ ചാർട്ട്. നമുക്ക് എങ്ങനെയാണ് ഒരു ബ്രേക്ക് ഈവൻ ചാർട്ട് പ്രിപ്പയർ ചെയ്യാന്നുള്ളത് നമുക്ക് പഠിക്കാം. എനിക്കത് നേരിട്ടിട്ട് വരച്ച് കാണിച്ചു തരാൻ പറ്റില്ല, അപ്പോൾ ഞാൻ ഇങ്ങനെ എൻ്റെ വേസ് എന്നൊക്കെ പറയാം, നിങ്ങൾ അതിനനുസരിച്ച് ചെയ്താൽ മതി. സിമ്പിളാണ്, അത്ര കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. അപ്പോൾ ഞാനത് ഇങ്ങനെ ആദ്യം തിയറി പറഞ്ഞിട്ട് നമുക്ക് പ്രോബ്ലത്തിലേക്ക് കിടക്കാം. ആദ്യം ചെയ്യേണ്ടത് ഒരു ഗ്രാഫ് ആണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യണം, എക്സ് ആക്സിസും വൈ ആക്സിസും വരയ്ക്കണം. അതുപോലെ നമ്മൾ ഒരു എക്സ് ആക്സിസും വരച്ചു, വൈ ആക്സിസും വരച്ചു. വൈ ആക്സിസിൽ എന്തെടുക്കുക, വോളിയം ഓഫ് ഔട്ട്പുട്ട് എടുക്കുക, യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് നമ്മൾ എടുക്കണ യൂണിറ്റുകൾ എടുക്കുക. ഏതിൽ, എക്സ് ആക്സിസിൽ എടുക്കുക. വൈ ആക്സിസിൽ കോസ്റ്റ് ആൻഡ് റവന്യൂ എടുക്കുക, നമുക്ക് വരുന്ന ചിലവുകളും ഇൻകമൊക്കെ നമ്മൾ ഇതിലെടുക്കുക, വൈ ആക്സിസിൽ എടുക്കുക. അതാണ് ആദ്യത്തെ. ഒന്നാമത്തെ സ്റ്റെപ്പിൽ വോളിയം ഓഫ് ഔട്ട്പുട്ട് ഈസ് പ്ലോട്ടഡ് ഓൺ എക്സ് ആക്സിസ്, കോസ്റ്റ് ആൻഡ് റവന്യൂ ആർ പ്ലോട്ടഡ് ഓൺ വൈ ആക്സിസ്. Then fixed cost line is drawn parallel to x axis. നമുക്കറിയാം ഫിക്സഡ് കോസ്റ്റ് എപ്പോഴും എത്ര വോളിയം ഓഫ് ഔട്ട്പുട്ട് ആയാലും എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ അത് പാരലൽ ലൈൻ ആയിരിക്കും, എക്സ് ആക്സിസിൽ പാരലൽ ആയിട്ട്, അതായത് എക്സ് പോലെ നേരെ ഒരു സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും. എക്സിൻ്റെ അതേ ഡയറക്ഷനിലുള്ള ഒരു മുകളിൽ ഒരു സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും എന്തെന്ന് പറയുന്നത് നമ്മുടെ ഫിക്സഡ് കോസ്റ്റ് ലൈൻ എന്ന് പറയുന്നത്. അതൊരിക്കലും സീറോ എന്നല്ല തുടങ്ങുക, കാരണം നമ്മൾ പ്രൊഡക്ഷൻ നടത്തിയാലും നടത്തിയില്ലെങ്കിലും നമുക്ക് എന്ത് കോസ്റ്റ് വരും, ഫിക്സഡ് കോസ്റ്റ് വരും. അപ്പോൾ അത് ഏതെങ്കിലും ഒരു പോയിന്റ് വെച്ചിട്ടായിരിക്കും തുടങ്ങുക. ഒരിക്കലും ഫിക്സഡ് കോസ്റ്റ് സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യില്ല. ചിലപ്പോൾ 100 രൂപ 1000 രൂപ എത്രയാണെന്ന് വെച്ചാൽ 1000 നിന്നാണ് തുടങ്ങുക. അത് എക്സ് ആക്സിസ് വരയ്ക്കണം തന്നെ നേരെ പാരലലായിട്ടൊരു നേരെ സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും ഏത്, ഫിക്സഡ് കോസ്റ്റ് ലൈൻ എന്ന് പറയുന്നത്. Then variable cost line is drawn from zero origin point, O point, zero അല്ല O point. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ഫിക്സഡ് കോസ്റ്റ് ലൈൻ ഒരിക്കലും ഒറിജിനിൽ നിന്ന് തുടങ്ങില്ല. ബട്ട് വേരിയബിൾ കോസ്റ്റ് ലൈൻ ഈസ് ഡ്രോൺ ഫ്രം ഒറിജിൻ പോയിന്റ്. അതായത് പ്രൊഡക്ഷൻ നടന്നാലേ എന്തുണ്ടാവുള്ള, വേരിയബിൾ കോസ്റ്റ് ഉണ്ടാവുള്ള. പ്രൊഡക്ഷൻ സീറോ ആണെങ്കിൽ വേരിയബിൾ കോസ്റ്റും സീറോ ആയിരിക്കും. ആൻഡ് ഇറ്റ് റൈസസ് ടുവേർഡ്സ് ദ റൈറ്റ്. അതിങ്ങനെ വോളിയം ഔട്ട്പുട്ട്, നമ്മുടെ എക്സ് ആക്സിസിലെ ഔട്ട്പുട്ടിൽ എടുത്തത് അത് കൂടുന്തോറും ഏത് ലൈനും ഇങ്ങനെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കും, വേരിയബിൾ കോസ്റ്റ് ലൈനും ഇങ്ങനെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ രണ്ടെണ്ണത്തിന് ഡയറക്ഷൻ നമ്മൾ പഠിച്ചു. ഫിക്സഡ് കോസ്റ്റ് ലൈൻ എന്തായിരിക്കും, പാരലൽ ടു എക്സ് ആക്സിസ് ആയിരിക്കും. അതൊരിക്കലും സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യില്ല, ഏതെങ്കിലും ഒരു വാല്യൂ നിന്നായിരിക്കും ഫിക്സഡ് കോസ്റ്റ് ലൈൻ സ്റ്റാർട്ട് ചെയ്യാം. ദെൻ വാരിയബിൾ കോസ്റ്റ് ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒറിജിനിൽ നിന്നായിരിക്കും. ദെൻ ഔട്ട്പുട്ട് കൂടുന്നതിനനുസരിച്ച് ഇതിങ്ങനെ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കും. ദെൻ സെയിൽസ് ലൈൻ ഈസ് പ്ലോട്ടഡ് ഫ്രം സീറോ ആൻഡ് ഒറിജിൻ ആൻഡ് ഇറ്റ് റേസസ് ടുവേർഡ്സ് ദ റൈറ്റ് എലോങ് വിത്ത് ദ ഇൻക്രീസ് ഇൻ ഔട്ട്പുട്ട്. അതുപോലെ തന്നെ സെയിൽസും ഒരിക്കലും അത് എല്ലായ്പ്പോഴും അത് ഒറിജിനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക, കാരണം പ്രൊഡക്ഷൻ നടന്നില്ലെങ്കിൽ സെയിൽസ് ഉണ്ടാവില്ല. ദെൻ ഔട്ട്പുട്ട് കൂടാനനുസരിച്ച് നമുക്ക് നേരത്തെ വാരിയബിൾ കോസ്റ്റ് കൂടിയില്ലേ, അതുപോലെ തന്നെ ഏതും കൂടിക്കൊണ്ടിരിക്കും, സെയിൽസ് ലൈനും ഇങ്ങനെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ദെൻ ദ പോയിന്റ് അറ്റ് വിച്ച് സെയിൽസ് ലൈൻ ഇന്റർസെക്ട് ദി, അതിൻ്റെ ഒരു പോയിന്റ് ഞാൻ വിട്ടു, ടോട്ടൽ കോസ്റ്റിനെ പറയാനായിട്ട്. ടോട്ടൽ കോസ്റ്റ് ലൈൻ ഈസ് പ്ലോട്ടഡ് എബവ് ദി വാരിയബിൾ കോസ്റ്റ് ലൈൻ. അപ്പോൾ ആദ്യം നമ്മൾ ഏത് പ്ലോട്ട് ചെയ്തു, ഫിക്സഡ് കോസ്റ്റ് ലൈൻ പ്ലോട്ട് ചെയ്തു, അതായത് പാരലൽ ടു എക്സ് ആക്സിസ്. ദെൻ വാരിയബിൾ കോസ്റ്റ് ലൈൻ നമ്മൾ തുടങ്ങി, അത് ഒറിജിനിൽ നിന്ന് തുടങ്ങി ഔട്ട്പുട്ട് കൂടുന്നതോറും ഇങ്ങനെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ദെൻ ഇതിൻ്റെ രണ്ടിൻ്റെയും കോമ്പിനേഷനാണ് ഏതെന്ന് പറയുന്നത് ടോട്ടൽ കോസ്റ്റ് ലൈൻ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കിടക്കണം, വാരിയബിൾ കോസ്റ്റ് ലൈനിൻ്റെ മുകളിലാണ് ഏത് കിടക്കുക, ടോട്ടൽ കോസ്റ്റ് ലൈൻ എടുക്കുക. കാരണം ടോട്ടൽ കോസ്റ്റിൽ വാരിയബിൾ കോസ്റ്റ് ഉണ്ടാവും പ്ലസ് ഫിക്സഡ് കോസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എന്തായാലും ടോട്ടൽ കോസ്റ്റ് വാരിയബിൾ കോസ്റ്റിനേക്കാൾ കൂടുതലായിരിക്കും. അപ്പോൾ ടോട്ടൽ കോസ്റ്റിൻ്റെ സ്ഥലം എവിടെയാണ്, എബവ് ദി വാരിയബിൾ കോസ്റ്റ്. അപ്പോൾ 3 കഴിഞ്ഞു. ദെൻ സെയിൽസ് ലൈൻ നേരത്തെ പറഞ്ഞു, ഒറിജിനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക, ഔട്ട്പുട്ട് കൂടുന്നതിനനുസരിച്ച് സെയിൽസ് ലൈൻ ഇങ്ങനെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ 4 ലൈൻ നമ്മൾ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനിയാണ് ദ പോയിന്റ് അറ്റ് വിച്ച് ദ സെയിൽസ് ലൈൻ ഇന്റർസെക്ട് ദ ടോട്ടൽ കോസ്റ്റ് ലൈൻ റെപ്രസെന്റ് ദി BEP. ഏത് പോയിന്റിൽ വെച്ചിട്ടാണ് സെയിൽസ് ലൈനും ടോട്ടൽ കോസ്റ്റ് ലൈനും കൂട്ടിമുട്ടുന്നത്. സെയിൽസ് ലൈനും ടോട്ടൽ കോസ്റ്റ് ലൈനും വേറെ രണ്ടെണ്ണം വരച്ചിട്ടുണ്ട്, അതൊന്നും കൂട്ടിമുട്ടണ്ട. എവിടെ വെച്ചിട്ടാണ് നമ്മൾ വരച്ചിരിക്കുന്ന സെയിൽസ് ലൈനും ടോട്ടൽ കോസ്റ്റ് ലൈനും കൂട്ടിമുട്ടുന്നത്, ആ പോയിന്റാണ് നമ്മുടെ ബ്രേക്ക് ഈവൻ പോയിന്റ്. ഓക്കെ, അപ്പം ആദ്യം നമ്മൾ 4 ലൈനുകളൊക്കെ വരച്ചിട്ട് ഏത് പോയിന്റിൽ വെച്ചിട്ടാണ് നമ്മുടെ സെയിൽസ് ലൈനും ടോട്ടൽ കോസ്റ്റ് ലൈനും കൂട്ടിമുട്ടുന്നത്, ആ പോയിന്റ് നമ്മൾ എന്താണെന്ന് കണ്ടുപിടിച്ചു, ബ്രേക്ക് ഈവൻ പോയിന്റ് ആണെന്ന് കണ്ടുപിടിച്ചു. എ പെർപെൻഡിക്കുലർ ഡ്രോൺ ഫ്രം ദി പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് എക്സ് ആക്സിസ് ഷോസ് ദി ബ്രേക്ക് ഈവൻ പോയിന്റ് ഇൻ യൂണിറ്റ്. അപ്പോൾ ഇത് കൂട്ടിമുട്ടിയ ആ പോയിന്റിൽ നിന്ന് താഴോട്ട് എക്സ് ആക്സിസിലേക്ക് ഒരു വര വരയ്ക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, BEP ഇൻ യൂണിറ്റ് കിട്ടും. അതായത് ഇപ്പോൾ ഒരു സെയിൽസ് ലൈനും ടോട്ടൽ കോസ്റ്റ് ലൈനും ഇന്റർസെക്ട് ചെയ്യുന്ന ഒരു പോയിന്റ് കിട്ടിയിട്ടുണ്ടാവും. ആ പോയിന്റിൽ നിന്ന് നേരെ താഴോട്ട് എക്സ് ആക്സിസിലേക്ക് ഒരു വര വരച്ചാലേ നമുക്ക് എക്സ് ആക്സിസിൽ ഒരു പോയിന്റ് കിട്ടും. ആ പോയിന്റാണ് നമ്മുടെ BEP ഇൻ യൂണിറ്റ്. ഓക്കെ,
ദെൻ അത് അടുത്ത പോയിന്റ് എന്താണ്? എ പെർപെൻഡിക്കുലർ ഡ്രോൺ ഫ്രം ദ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ടു ദ വൈ ആക്സിസ് ഷോസ് ദി ബ്രേക്ക് ഈവൻ സെയിൽസ്. ഇതുപോലെ തന്നെ കൂട്ടിമുട്ടി ഈ പോയിന്റിൽ നിന്ന് വൈ ആക്സിസിലേക്ക് ഒരു വര വരയ്ക്കുക. അപ്പം നമുക്ക് എന്ത് കിട്ടും? ബ്രേക്ക് ഈവൻ ഇൻ സെയിൽസും കിട്ടും. അപ്പോൾ നമ്മൾ ബ്രേക്ക് ഈവൻ ഇൻ യൂണിറ്റും കണ്ടുപിടിച്ചു, ബ്രേക്ക് ഈവൻ ഇൻ സെയിൽസും കണ്ടുപിടിച്ചു. ദെൻ ദ ഏരിയ ബിലോ ദി ബി റെപ്രസെൻറ്റ് ദ ലോസ് ഏരിയ ആൻഡ് ദി ഏരിയ അബവ് ദി ബി റെപ്രസെൻറ്റ് ദി പ്രോഫിറ്റ് ഏരിയ. അപ്പോൾ നമുക്ക് ഈ ഇത് പോയിന്റിൻ്റെ താഴെ കിടക്കുന്നത് ലോസ് ഏരിയ ആയിരിക്കും, മുകളിൽ കിടക്കുന്നത് പ്രോഫിറ്റ് ഏരിയ ആയിരിക്കും. അത് നമുക്കൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരാം. 10ാമത്തെ പോയിന്റ് അവിടെ കിടക്കട്ടെ, അതിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല, നമുക്ക് പ്രോബ്ലം ചെയ്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇതുവരെ അതെല്ലാം മനസ്സിലായില്ലേ? ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. എക്സ് ആക്സിസിൽ എന്തെടുക്കുക? യൂണിറ്റ് എടുക്കുക. വൈ ആക്സിസിൽ കോസ്റ്റും റവന്യൂയും എടുക്കുക. ആദ്യം വരയ്ക്കേണ്ടത് ഫിക്സഡ് കോസ്റ്റ് ലൈനാണ്. അത് സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും, പാരലൽ ടു എക്സ് ആക്സിസ്. ഒരിക്കലും സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യില്ല, കാരണം നമുക്ക് പ്രൊഡക്ഷൻ ഉണ്ടായാലും ഉണ്ടായില്ലെങ്കിൽ നമുക്ക് ഫിക്സഡ് കോസ്റ്റ് വരും. പിന്നെ വരയ്ക്കേണ്ടത് വാരിയബിൾ കോസ്റ്റ് ലൈനാണ്. സ്റ്റാർട്ട്സ് ഫ്രം സീറോ ആൻഡ് ഇൻക്രീസസ് അലോങ് വിത്ത് ഔട്ട്പുട്ട്. പിന്നെ എന്താ വരയ്ക്കുന്നത്? ടോട്ടൽ കോസ്റ്റ് ലൈൻ വരയ്ക്കണം. ഇറ്റ് പ്ലേസ് എബവ് ദി വാരിയബിൾ കോസ്റ്റ് ലൈൻ. ദെൻ സെയിൽസ് ലൈൻ വരയ്ക്കുക. അതുപോലെ തന്നെ സ്റ്റാർട്ട്സ് ഫ്രം സീറോ ആൻഡ് ഇൻക്രീസസ് അലോങ് വിത്ത് ദി ഔട്ട്പുട്ട്. എന്നിട്ട് എന്ത് കണ്ടുപിടിക്കുക? ബ്രേക്ക് ഈവൻ പോയിന്റ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? നമ്മുടെ സെയിൽസ് ലൈനും ടോട്ടൽ കോസ്റ്റ് ലൈനും കൂട്ടിമുട്ടുന്ന ആ പോയിന്റാണ് നമ്മുടെ എന്ത് പോയിന്റ്? ബ്രേക്ക് ഈവൻ പോയിന്റ്. ആ പോയിന്റിൽ നിന്ന് നമ്മൾ എക്സ് ആക്സിസിലേക്ക് ഒരു താഴത്തോട്ടൊരു വര വരച്ചാൽ നമുക്ക് എന്ത് കിട്ടി? BEP ഇൻ യൂണിറ്റ് കിട്ടി. വൈ ആക്സിസിലേക്ക് ഒരു വര വരച്ചാൽ നമുക്ക് എന്ത് കിട്ടി? BEP ഇൻ സെയിൽസ് വാല്യൂം കിട്ടി. ഓക്കെ, ഇനി നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ഒന്നും കൂടിയും ക്ലിയർ ആയിക്കോളും. ഇപ്പോൾ ഇതൊരു പ്രോബ്ലം, നമുക്കൊരു ചാർട്ട് വരച്ച് നോക്കാം. പ്രോബ്ലം ഞാൻ വായിക്കാം. സെയിൽസ് 800 യൂണിറ്റ്സ്, സെല്ലിംഗ് പ്രൈസ് 10 per യൂണിറ്റ്, വാരിയബിൾ കോസ്റ്റ് 7 per യൂണിറ്റ്, ഫിക്സഡ് കോസ്റ്റ് 1500. ഡ്രോ BE ചാർട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളൊരു ടേബിൾ ആദ്യം വരയ്ക്കണം. ആ ടേബിളിൽ ഉണ്ടായിരിക്കുന്ന മെയിൻ ഹെഡ്സ് ആണ് വേണ്ടത്. യൂണിറ്റ്സ് വേണം, വാരിയബിൾ കോസ്റ്റ്, ഫിക്സഡ് കോസ്റ്റ്, ടോട്ടൽ കോസ്റ്റ്, ടോട്ടൽ സെയിൽസ്. ആദ്യം യൂണിറ്റ് വരയ്ക്കുക, പിന്നെ വാരിയബിൾ കോസ്റ്റ്, ഫിക്സഡ് കോസ്റ്റ്, പിന്നെ അതുപോലെ രണ്ടും കൂടി കൂട്ടിയ ടോട്ടൽ കോസ്റ്റ്, പിന്നെ ടോട്ടൽ സെയിൽസ് വരയ്ക്കാം. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മുടെ ക്വസ്റ്റ്യനിലെ സെയിൽസിൻ്റെ യൂണിറ്റ് എത്രയാണ്? 800 യൂണിറ്റ് ആണ്. അതിനെ നമ്മളൊന്ന് പല പല പാർട്ടായിട്ട്, അതായത് ഇപ്പോൾ ഞാൻ എഴുതിയ യൂണിറ്റ് എങ്ങനെ എഴുതി? 100, 200, 300, 400, 500, 600, 700, 800 അങ്ങനെ ഒരു പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുക. അതാണ് ആദ്യം ചെയ്യണം. നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യട്ടെ. വേണമെങ്കിൽ ചിലർ 200, 400, 600, 800 എഴുതും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാനിപ്പോൾ ഇങ്ങനെ എഴുതിയപ്പോൾ അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ 800 യൂണിറ്റിനെ ഓരോന്നായിട്ട് 100, 200, 300 അങ്ങനെ ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമ്മുടെ യൂണിറ്റ് കോളം ഫില്ല് ചെയ്ത് കഴിഞ്ഞു. അടുത്ത് എന്ത് ചെയ്യണം? വാരിയബിൾ കോസ്റ്റ് കണ്ടുപിടിക്കണം. ആദ്യം നമ്മൾ എത്ര യൂണിറ്റ് ഉണ്ടാക്കിയത്? 100 യൂണിറ്റ്. ഒരു യൂണിറ്റിന് എത്ര രൂപയാണ്? വാരിയബിൾ കോസ്റ്റ് 7. അപ്പോൾ 100 × 7 700 അങ്ങനെ എഴുതാം. അങ്ങനെ ദെൻ 200 യൂണിറ്റ് ആകുമ്പോൾ 200 × 7 1400. 300 ആകുമ്പോൾ 300 × 7 2100. 400 × 7 2800. 500 × 7 3500. 600 × 7 4200. 700 × 7 4900. 800 × 7 5600. അങ്ങനെ നമ്മൾ എന്തൊക്കെ കണ്ടുപിടിച്ചു? ഓരോ യൂണിറ്റും 100 യൂണിറ്റ് ഉണ്ടാക്കിയാൽ എത്ര വാരിയബിൾ കോസ്റ്റ് വരും, 200 യൂണിറ്റ് ഉണ്ടാക്കിയാൽ എത്ര വാരിയബിൾ കോസ്റ്റ് വരും എന്ന് കണ്ടുപിടിച്ചു. ദെൻ അടുത്ത് എന്താണ് കോളം? ഫിക്സഡ് കോസ്റ്റ്. ഫിക്സഡ് കോസ്റ്റ് ക്വസ്റ്റ്യനിൽ എത്ര തന്നിരിക്കുന്നു? 1500. അത് 100 യൂണിറ്റ് ഉണ്ടാക്കിയാലും നമുക്ക് 1500 വരും, 800 യൂണിറ്റ് ഉണ്ടാക്കിയാലും നമുക്ക് 1500 വരും. അപ്പോൾ എല്ലാത്തിൻ്റെയും നേരെ എത്ര എഴുതാം? 1500 എഴുതി. ഓക്കെ, ദെൻ അടുത്ത കോളം ഏതാണ്? ടോട്ടൽ കോസ്റ്റ് ലൈൻ. അതായത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച വാരിയബിൾ കോസ്റ്റും ഫിക്സഡ് കോസ്റ്റും നമ്മൾ ആഡ് ചെയ്തിട്ട് എഴുതുക. അതായത് 700 + 1500, അടുത്തതിൽ 1400 + 1500, അങ്ങനെ അതൊക്കെ ആഡ് ചെയ്തിട്ട് എഴുതിയാൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ കോസ്റ്റ് ലൈൻ കിട്ടും. അപ്പോൾ ഇതുവരെ മനസ്സിലായ? ആദ്യം നമ്മൾ യൂണിറ്റിനെ ഡിവൈഡ് ചെയ്തു, നമുക്ക് കാൽക്കുലേഷൻ പ്ലോട്ട് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് 100, 200, 300 അങ്ങനെ എഴുതി. ദെൻ വാരിയബിൾ കോസ്റ്റ് കണ്ടുപിടിച്ചു, ഫിക്സഡ് കോസ്റ്റ് കണ്ടുപിടിച്ചു, ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിച്ചു. ലാസ്റ്റ് കോളം എന്താണ്? ടോട്ടൽ സെയിൽസ്. 100 യൂണിറ്റ് ഉണ്ടാക്കി. SP എത്രയാണ്? SP 10 രൂപ. അപ്പോൾ ടോട്ടൽ സെയിൽസ് എത്രയായിരിക്കും? 100 × 10 1000. 200 ആണെങ്കിൽ 2000, 300 ആണെങ്കിൽ 3000, 400 ആണെങ്കിൽ 4000, 5000, 6000, 7000, 8000. അപ്പോൾ നമ്മുടെ എല്ലാ ടേബിളിൻ്റെ എല്ലാ കോളം നമുക്ക് ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, നമുക്ക് നേരെ പ്രോബ്ലത്തിലേക്ക് പോവാം. അത് അടുത്ത പേജിലാണ്.
അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രാഫ് വരയ്ക്കാൻ പറ്റില്ല, ഞാനത് ഫോട്ടോ എടുത്തിട്ടേക്കണം. നിങ്ങൾ ഓരോന്നോരോന്നായിട്ട് വരയ്ക്കുക. എക്സ് ആക്സിസും വൈ ആക്സിസും വരയ്ക്കണം. എന്നിട്ട് ഞാൻ നേരത്തെ പറയണം എക്സ് ആക്സിസിൽ യൂണിറ്റ് എടുക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ ടേബിളിൻ്റെ ഫസ്റ്റ് കോളം എങ്ങനെയാണ് മുറിച്ചത്? 100, 200, 300 അല്ലേ? അതുപോലെ തന്നെ എക്സ് ആക്സിസിൽ 100, 200, 300 അങ്ങനെ കൊടുക്കുക. ദെൻ വൈ ആക്സിസിൽ നമ്മൾ എന്തെടുക്കണം? നമ്മൾ നേരത്തെ തിയറിയിൽ പഠിച്ച കോസ്റ്റും റവന്യൂവും എടുക്കണം. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബാക്കിയുള്ള ആ ടേബിളിലത്തെ ബാക്കിയുള്ള കോളങ്ങളിലെ ഏറ്റവും ഹയസ്റ്റ് വാല്യൂ എത്രയാണ്, ഏറ്റവും ലോവസ്റ്റ് വാല്യൂ എത്രയാണ്. ഏറ്റവും ഹയസ്റ്റ് വാല്യൂ ആയിട്ട് വന്നേക്കുന്നത് 8000 ആണ്. ലോവസ്റ്റ് വാല്യൂ ആയിട്ട് വന്നേക്കുന്നത് 700. അതായത് യൂണിറ്റിൻ്റെ കോളം ഒഴിവാക്കി ബാക്കിയുള്ള 4 കോളങ്ങളിലത്തെയും ഹയസ്റ്റ് വാല്യൂം ലോവസ്റ്റ് വാല്യൂം കണ്ടുപിടിക്കുക. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ലോവസ്റ്റ് വാല്യൂ ഏറ്റവും ആദ്യത്തെ വാരിയബിൾ കോസ്റ്റ് 700ഉം ഹയസ്റ്റ് വാല്യൂ ആ ടോട്ടൽ സെയിൽസിൻ്റെ 8000ഉമാണ്. അപ്പം നമുക്ക് ഈ വൈ ആക്സിസിൽ എത്രയാണ് വാല്യൂസ് എടുക്കേണ്ടതെന്ന് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി 1000, 2000, 3000 അങ്ങനെ എടുത്താൽ നമുക്ക് വലിയ കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ എടുത്തു വൈ ആക്സിസിലെടുത്തു 1000, 2000, 3000, 4000 അങ്ങനെ 8000 വരെ പ്ലോട്ട് ചെയ്ത് വെച്ചു. കൃത്യമായിട്ട് പ്ലോട്ട് ചെയ്യുന്നുണ്ട്. വെറുതെ നിങ്ങൾ ഇഷ്ടമുള്ള പോലെ പോയിന്റ് ഇട്ടാലും നമുക്ക് കറക്റ്റ് ബി പോയിന്റ് കിട്ടില്ല. അപ്പം നിങ്ങൾ സ്കെയിൽ വെച്ചിട്ട് തന്നെ 1 സെൻറ്റിമീറ്റർ ഗ്യാപ്പിൽ അത് പ്ലോട്ട് ചെയ്ത് ഇടണം. അപ്പം അങ്ങനെ ഇട്ടു. അപ്പോൾ നമ്മൾ എക്സ് ആക്സിസിൽ 100, 200, 300 എടുത്തു. വൈ ആക്സിസിൽ 1000, 2000, 3000 അങ്ങനെ എടുത്തു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം നമ്മളോട് എന്ത് പറയണം, പിന്നെ ഇതിൽ നമ്മൾ എന്താ പഠിച്ചത്? ഫിക്സഡ് കോസ്റ്റ് ലൈൻ വരയ്ക്കണം. എത്രയാണ് ഫിക്സഡ് കോസ്റ്റ്? 100 യൂണിറ്റ് ആകുമ്പോൾ എത്രയാണ് ഫിക്സഡ് കോസ്റ്റ്? 1500. 200 യൂണിറ്റ് ആകുമ്പോൾ 1500. എല്ലാ യൂണിറ്റിലും 1500 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ആ വൈ ആക്സിസിൽ 1500ൻ്റെ നേരെ ആ പോയിന്റിൽ നിന്ന് നേരെ സ്ട്രേറ്റ് ലൈൻ വരച്ചാൽ മതി. 100,000, 200,000, 300,000 നമുക്ക് 1500 അല്ലേ? അപ്പോൾ അത് നമ്മൾ ആ 1000ൻ്റെയും 2000ൻ്റെയും മിഡ് പോയിന്റ്, അതായത് 1500 ആവുക. ആ 1500ൻ്റെ നേരെ ഒരു സ്ട്രേറ്റ് ലൈൻ വരയ്ക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഫിക്സഡ് കോസ്റ്റ് ലൈൻ കിട്ടി. ദെൻ അപ്പോൾ അത് കഴിഞ്ഞു. അടുത്ത് നമ്മൾ എന്താ വരയ്ക്കുന്നത്? വാരിയബിൾ കോസ്റ്റ് ലൈൻ വരയ്ക്കണം. അപ്പോൾ നോക്കുക, ഞാൻ 100 യൂണിറ്റ് ആയിരുന്നപ്പോൾ നമുക്ക് എത്രയാണ് വാരിയബിൾ കോസ്റ്റ്? 100ന് 700. അപ്പോൾ എക്സ് ആക്സിസിൽ 100 എടുക്കുക, വൈയിൽ 700ന് നേരെ ഒരു പോയിന്റ് ഇടുക. നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്യാൻ പഠിച്ചിട്ടില്ലേ BNSൽ? അതുപോലെ തന്നെ ചെയ്യുക. എക്സ് ആക്സിസിൻ്റെ 100ന് നേരെയും വൈ ആക്സിസിലെ 700ന് നേരെ ഒരു പോയിന്റ് ഇടുക. ദെൻ 200 ആയിരുന്നപ്പോൾ 1400, എക്സിൽ 200ന് നേരെയും വൈയിൽ 1400ന് നേരെ അടുത്ത കുത്തിടുക. ദെൻ 300, 2100, 400, 2800, 500, 3500 അങ്ങനെ ഓരോന്നിൻ്റെയും നേരെ നമ്മൾ പ്ലോട്ട് ചെയ്യുക. അതായത് എക്സിലത്തെ വാല്യൂ വൈയിലത്തെ വാല്യൂ നോക്കുക. വൈയിലത്തെ വാല്യൂ എടുക്കുന്നത് ആ വാരിയബിൾ കോസ്റ്റിൻ്റെ കോളം മാത്രം. അങ്ങനെ പ്ലോട്ട് ചെയ്തിട്ട് ഓരോ കുത്തുകൾ കിട്ടും. ഓരോ യൂണിറ്റിന് നേരെ ഓരോ പോയിന്റുകൾ കിട്ടും. ആ പോയിന്റുകൾ യോജിപ്പിച്ചിട്ട് സ്കെയിൽ വെച്ചിട്ട് ഒരു സ്ട്രേറ്റ് ലൈൻ വരയ്ക്കുക. കുത്തുകൾ യോജിപ്പിക്കുക ബൈ യൂസിങ് സ്കെയിൽ. ഇത് മാത്രമല്ലോ, സ്കെയിൽ വെച്ച് യോജിപ്പിക്കുക. അതിൻ്റെ നേരെ നിന്ന് എഴുതുക വാരിയബിൾ കോസ്റ്റ് ലൈൻ. അതാണ് നേരത്തെ ഇതിൻ്റെ നേരെ ഫിക്സഡ് കോസ്റ്റ് ലൈൻ എഴുതിക്കോളോ. ഇപ്പോൾ എഴുതിക്കേണ്ട നേരെ വാരിയബിൾ കോസ്റ്റ് ലൈൻ. അത് വരച്ചപ്പോൾ തന്നെ എഴുതുക, അല്ലെങ്കിൽ നമുക്ക് കൺഫ്യൂഷനാവും. അപ്പോൾ നമ്മൾ വാരിയബിൾ കോസ്റ്റ് ലൈൻ വരച്ചു. അപ്പോൾ നമുക്ക് അത് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ? 700ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഞാൻ നേരത്തെ തിയറിയിൽ പഠിച്ചു വാരിയബിൾ കോസ്റ്റ് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം? 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. അത് ആ ഒറിജിനിലേക്ക് അങ്ങനെ മുട്ടിക്കുക. കാരണം 0 ആണെങ്കിൽ നമുക്ക് എത്രയായിരിക്കും വാരിയബിൾ കോസ്റ്റ്? 0 തന്നെയായിരിക്കും. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് കിടക്കുന്നുണ്ടാവും 100ൻ്റെ നേരെയും 700ൻ്റെ അവിടെ വെക്കും. പക്ഷേ ഈ ഒറിജിനൽ മുട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അവരങ്ങനെ ഒറിജിനിലേക്ക് മുട്ടിച്ചോ കുഴപ്പമില്ല. ഓക്കെ. ദെൻ അപ്പോൾ നമ്മൾ അത് കഴിയും. അടുത്ത് നമ്മൾ എന്ത് വരെ പ്ലോട്ട് ചെയ്യണം? ടോട്ടൽ കോസ്റ്റ് പ്ലോട്ട് ചെയ്യണം. ടോട്ടൽ കോസ്റ്റ് പ്ലോട്ട് ചെയ്യുമ്പോൾ നമ്മൾ അതേപോലെ തന്നെ 100 ആകുമ്പോൾ എത്രയായിരിക്കും? 2200. അതോടെ പ്ലോട്ട് ചെയ്യുക. 100ന് 2200. ദെൻ അങ്ങനെ നമ്മൾ വാരിയബിൾ കോസ്റ്റ് പ്ലോട്ട് ചെയ്തതുകൊണ്ട് തന്നെ ടോട്ടൽ കോസ്റ്റും അതായത് പോയിന്റിന് 200ന് 2900, 300ന് 3600, 400ന് 4300 അങ്ങനെ പ്ലോട്ട് ചെയ്തിട്ട് നമ്മളവിടെ യോജിപ്പിക്കുക. അതേപോലെ തന്നെ സ്കെയിൽ ഉപയോഗിച്ചിട്ട് ഒരു ലൈൻ വരയ്ക്കുക. അപ്പോൾ അതിൻ്റെ നേരെ തന്നെ എഴുതാം ടോട്ടൽ കോസ്റ്റ് ലൈൻ എഴുതാം. അപ്പോൾ നിങ്ങളുടെ ഇപ്പോൾ ലൈൻ എവിടെയാണ് കിടക്കുന്നുണ്ടാവുക? ഇപ്പോൾ ടോട്ടൽ കോസ്റ്റ് ലൈൻ ഒരു സ്ഥലത്ത് മുട്ടാണ്ട കിടക്കണേ. 100ൻ്റെ നേരെ എവിടെയാണ് കിടക്കുന്നുണ്ടാവുക? 2200 നേരെയാണ്. അത് യോജിപ്പിക്കേണ്ടത് ഒറിജിനലിലേക്കല്ല, നമ്മുടെ ടോട്ടൽ കോസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നില്ലേ ആ പോയിന്റിലേക്കാണ്. കാരണം നമുക്ക് പ്രൊഡക്ഷൻ ഉണ്ടാക്കിയാലും ഉണ്ടാക്കിയില്ലെങ്കിലും ടോട്ടൽ കോസ്റ്റിൽ ഏതുണ്ടാവും? ഫിക്സഡ് കോസ്റ്റ് ഉണ്ടാവും. അപ്പം നമുക്ക് 0 യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻ ആയാലും നമുക്ക് എന്ത് വരും? ടോട്ടൽ കോസ്റ്റിൽ നമ്മുടെ ഫിക്സഡ് കോസ്റ്റിൻ്റെ ഒരു ഭാഗം വരും. അപ്പോൾ അതുകൊണ്ട് അത് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നായിരിക്കും? 1500 നിന്നായിരിക്കും. അപ്പോൾ ആ ടോട്ടൽ കോസ്റ്റിൻ്റെ ആ ലൈൻ നമ്മൾ നേരെ ആ ഫിക്സഡ് കോസ്റ്റ് ലൈൻ സ്റ്റാർട്ട് ചെയ്തോട്ടേക്ക് യോജിപ്പിക്കണം. അത് ശ്രദ്ധിക്കണം കേട്ടോ. വെറുതെ വായു നിർത്തരുത്. നിങ്ങൾ ബേസ് കൊടുക്കണം.
അപ്പോൾ ടോട്ടൽ കോസ്റ്റിൻ്റെ എൻഡ് പോയിന്റ് സ്റ്റാർട്ടിംഗ് പോയിന്റ് എവിടുന്നാണ്? നമ്മുടെ ഫിക്സഡ് കോസ്റ്റിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തന്നെ. കാരണം മനസ്സിലായില്ലേ, ടോട്ടൽ കോസ്റ്റ് പറയുകയാണെങ്കിൽ അതിൽ ഫിക്സഡ് കോസ്റ്റ് ഉണ്ടാവും, വേരിയബിൾ കോസ്റ്റ് ഉണ്ടാവും. 0 യൂണിറ്റ് പ്രൊഡക്ഷൻ നടത്തിയാൽ നമുക്ക് വേരിയബിൾ കോസ്റ്റ് ഉണ്ടാവില്ല, പക്ഷെ നമുക്ക് ഫിക്സഡ് കോസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ട് ആ ടോട്ടൽ കോസ്റ്റിലെ ഫിക്സഡ് കോസ്റ്റ് ലൈനിൽ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ നമുക്ക് ആ ലൈൻ കിട്ടി. അടുത്ത് ഇനി എന്ത് ചെയ്യണം? നമ്മുടെ സെയിൽസ് ലൈൻ പ്ലോട്ട് ചെയ്യണം. ഇതുപോലെ തന്നെ 100, 1000, 200, 2000 അങ്ങനെ അത് എളുപ്പമാണ്, കൃത്യം പോയിന്റുകൾ കിട്ടിക്കോളും. അങ്ങനെ ഓരോ പോയിന്റ് വെച്ച് കുത്തുകളിട്ട് യോജിപ്പിച്ചു. അത് ഞാൻ നേരത്തെ പറഞ്ഞത് എവിടെ സ്റ്റാർട്ട് ചെയ്യണം? ഒറിജിനിൽ നിന്ന്. അപ്പോൾ നേരത്തെ നമ്മൾ വാരിയബിൾ കോസ്റ്റ് ലൈൻ യോജിപ്പിച്ചു വേണം 0ലേക്ക് അത് യോജിപ്പിക്കാം. അതിൻ്റെ നേരെ സെയിൽസ് ലൈനും നമ്മൾ എഴുതി. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ വരച്ച ടേബിളിൻ്റെ എല്ലാ പോയിന്റുകളും നമ്മൾ കിട്ടി. ഇനി എന്താ ചെയ്യുക? നമ്മൾ എന്താ പറഞ്ഞേക്കുന്നത്? എവിടെ വെച്ചിട്ടാണ് ടോട്ടൽ കോസ്റ്റും സെയിൽസ് ലൈനും മുട്ടിയിലേക്ക് നിങ്ങൾക്ക് ആ പോയിന്റാണ് നമ്മുടെ ബ്രേക്ക് ഈവൻ പോയിന്റ്. അതിൻ്റെ നേരെ അവിടെ എഴുതിയിട്ടില്ലേ? BEP എന്ന് എഴുതാം. ദെൻ അടുത്തെന്താണ്? അത് താഴോട്ട് മുട്ടിക്കുക. അപ്പോൾ നമുക്ക് ഏതിലേക്ക് വരും? 500ലേക്ക് വരും. അതാണ് BEP ഇൻ യൂണിറ്റ്. ദെൻ അത് നേരെ വൈയിലേക്ക് മുട്ടിക്കുക. അതാണ് നമ്മുടെ BEP ഇൻ സെയിൽസ് വാല്യൂ. അപ്പോൾ BEP ഇൻ യൂണിറ്റ് 500 കിട്ടും, BEP ഇൻ സെയിൽസ് വാല്യൂ 5000 കിട്ടും. അതാണ് ഞാൻ പറഞ്ഞത്, കൃത്യമായിട്ട് മെഷർമെൻറ്റ് എടുത്താലേ നമുക്ക് ഈ കൃത്യം എമൗണ്ട് കിട്ടുള്ളൂ. അപ്പോൾ അത് നമ്മൾ വീണ്ടും കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ അതിൻ്റെ 10ാമത്തെ പോയിന്റ് ഞാൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇത് രണ്ടും കൂട്ടിമുട്ടിയ ഒരു ഏരിയ കണ്ടു. അത് ഈ പിക്ചറിൽ ഷെയ്ഡ് ചെയ്യാം. BEPയുടെ താഴെയുള്ള ഏരിയ ആണ് നമ്മുടെ ലോസ് ഏരിയ, BEPയുടെ മുകളിലുള്ള ഏരിയ ആണ് നമ്മുടെ പ്രോഫിറ്റ് ഏരിയ. ഓക്കെ, BEPയുടെ താഴെയുള്ളത് ലോസ് ഏരിയ, മുകളിലുള്ളത് പ്രോഫിറ്റ്. അതാണ് നേരത്തെ 10ാമത്തെ പോയിന്റ്. ഇപ്പോൾ മനസ്സിലാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അവിടെ കൃത്യമായിട്ട് അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു, ദ ഏരിയ ബിലോ ദി BEP റെപ്രസെൻറ്റ് ലോസ് ഏരിയ ആൻഡ് ദ ഏരിയ എബവ് ദി BEP റെപ്രസെൻറ്റ് ദ പ്രോഫിറ്റ് ഏരിയ. അതുപോലെ തന്നെയാണ് ഇതും ആ ഷെയ്ഡ് ചെയ്തത് കാണിക്കുക. അവിടെ ലോസ് ഏരിയ എന്ന് എഴുതാം, പ്രോഫിറ്റ് ഏരിയ എന്നും എഴുതാം. ദെൻ ആ ആംഗിൾ തൽക്കാലം അവിടെ എഴുതി വെച്ചു. ഞാൻ അടുത്ത ക്ലാസ്സിൽ എന്താണെന്ന് പറഞ്ഞു തരുന്നുണ്ട്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് എഴുതാം. ആ ഒരു ആംഗിൾ ഇല്ലേ, അതായത് BEPയുടെ ആ ആംഗിളിനെ വിളിക്കുന്ന പേരാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഇങ്ങനെയാണ് ഒരു BE ചാർട്ട് വരയ്ക്കേണ്ടത്. ആദ്യം നമ്മൾ ഫിക്സഡ് കോസ്റ്റ് ലൈൻ വരയ്ക്കുക, വാരിയബിൾ കോസ്റ്റ് ലൈൻ വരയ്ക്കുക, ടോട്ടൽ കോസ്റ്റ് ലൈൻ വരയ്ക്കുക, സെയിൽസ് ലൈൻ വരയ്ക്കുക. ടോട്ടൽ കോസ്റ്റും സെയിൽസ് ലൈനും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റാണ് BEP. എക്സിലേക്ക് വരച്ചാൽ BEP ഇൻ യൂണിറ്റ് കിട്ടും, വൈയിലേക്ക് വരച്ചാൽ BEP ഇൻ സെയിൽസ് വാല്യൂ കിട്ടും. ദെൻ സാധനങ്ങളൊക്കെ പ്ലോട്ട് ചെയ്ത് വെക്കുക. അതിൻ്റെ താഴത്തൊന്ന് ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചോളൂ. BEP ഇൻ യൂണിറ്റ് 500 യൂണിറ്റ്, BEP ഇൻ സെയിൽസ് വാല്യൂ 5000 അത്രയ്ക്ക് എഴുതിയ. അങ്ങനെയാണ് ഒരു ബ്രേക്ക് ഈവൻ ചാർട്ട് വരയ്ക്കേണ്ടത്. ഇങ്ങനെ പഠിപ്പിക്കാൻ ഇപ്പോൾ നിർവാഹമുള്ളൂ, വരച്ച് കാണിക്കുന്നൊക്കെ എനിക്കുണ്ട്, പക്ഷെ അത് പറ്റുന്നില്ല. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഗ്രാഫ് ശരിക്കും വരച്ചാൽ മതി. ടേബിൾ എങ്ങനെ കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്താൽ പിന്നെ ഗ്രാഫ് കൃത്യമായിട്ട് പോയിന്റ് എടുത്ത് വരച്ചാൽ നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടിക്കോളും. ട്രൈ ചെയ്ത് നോക്കുക, കറക്റ്റായിട്ട് വന്നോളൂ കേട്ടോ. ഇത് അതുപോലെ തന്നെ ഒരെണ്ണൂടി നമുക്ക് ചെയ്യാം. ബ്രേക്ക് ഈവൻ പോയിന്റ് അല്ലെങ്കിൽ ചാർട്ട് വെച്ചിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിനുള്ള വേറൊരു പ്രോബ്ലമാണ്. അതിൽ ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. ഫിക്സഡ് കോസ്റ്റ് 30,000, സെല്ലിംഗ് പ്രൈസ് 40, വേരിയബിൾ കോസ്റ്റ് 30, ഔട്ട്പുട്ട് 5000 യൂണിറ്റ്സ്. ഡിറ്റർമൈൻ BEP ബൈ പ്രിപ്പയറിങ് എ BE ചാർട്ട്. നമ്മൾ ബ്രേക്ക് ഈവൻ പോയിന്റ് കണ്ടുപിടിക്കണം. ഒരു ബ്രേക്ക് ഈവൻ ചാർട്ട് പ്രിപ്പയർ ചെയ്യണം. നമുക്ക് ഇക്വേഷനിൽ ചെയ്യാൻ പറ്റും, പക്ഷേ ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് ബ്രേക്ക് ഈവൻ ചാർട്ട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതന്നെ പ്രിപ്പയർ ചെയ്തിട്ട് ചെയ്താലേ നമുക്ക് മാർക്ക് കിട്ടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ ഇക്വേഷനിൽ കൊടുത്താൽ നമുക്ക് ഇതേ ആൻസറാണ് കിട്ടും, പക്ഷേ മാർക്ക് കിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ചെയ്യാം. നേരത്തെ കഴിഞ്ഞ ദിവസം ചെയ്തോളം തന്നെ ടേബിൾ വരയ്ക്കുക. ടേബിളിൽ എത്ര കോളം വേണം? 5 കോളം പ്രൊവൈഡ് ചെയ്യുക. ഫസ്റ്റ് കോളം യൂണിറ്റ്, സെക്കൻഡ് കോളം വാരിയബിൾ കോസ്റ്റ്, നെക്സ്റ്റ് കോളം ഫിക്സഡ് കോസ്റ്റ്, നെക്സ്റ്റ് കോളം ടോട്ടൽ കോസ്റ്റ്, ദെൻ ടോട്ടൽ സെയിൽസ്. അത് വെച്ചിട്ട് വരയ്ക്കുക. ദെൻ അത് വെച്ചിട്ട് നമ്മൾ ആദ്യം എന്താ പറയുക, നമ്മൾ ഔട്ട്പുട്ടിനെ സ്പ്ലിറ്റ് ചെയ്യണം, ഈക്വലായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. മൊത്തം ഔട്ട്പുട്ട് എത്രയാണ്? 5000. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതിയാൽ മതി? 1000, 2000, 3000, 4000, 5000 എന്ന രീതിയിൽ യൂണിറ്റിന് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതാം. പിന്നെ അടുത്ത കോളം നമ്മൾ വാരിയബിൾ കോസ്റ്റ് കണ്ടുപിടിക്കണം. ഒരു യൂണിറ്റിൻ്റെ വാരിയബിൾ കോസ്റ്റ് 30. അപ്പോൾ 1000 യൂണിറ്റിനെ 1000 × 30 30,000, 2000 × 30 60,000, 3000 × 30 90,000, 4000 × 30 1,20,000, 5000 × 30 1,50,000. അങ്ങനെ നമ്മൾ ഓരോന്നിൻ്റെയും കണ്ടുപിടിച്ചു. ഏത് വാരിയബിൾ കോസ്റ്റ് കണ്ടുപിടിച്ചു. ദെൻ ഫിക്സഡ് കോസ്റ്റ് എത്രയാണ്? 30,000. എത്ര യൂണിറ്റ് ആയാലും 1000 ആയാലും 2000 ആയാലും നമുക്ക് എത്രയാണ് ഫിക്സഡ് കോസ്റ്റ് വരിക? 30,000 തന്നെയാണ്. അപ്പോൾ എല്ലാത്തിനും നേരെ എത്ര എഴുതാം?
30,000 എഴുതാം. അപ്പോൾ ആ കോളം കഴിഞ്ഞു. നെക്സ്റ്റ് കോളം ടോട്ടൽ കോസ്റ്റ്. ഈ വാരിയബിൾ കോസ്റ്റും ആ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റും നമ്മൾ ആഡ് ചെയ്തിട്ട് എഴുതുക. അപ്പോൾ നമുക്ക് 60,000, 90,000, 1,20,000, 1,50,000, 1,80,000 നമുക്ക് ടോട്ടൽ കോസ്റ്റ് കിട്ടി. അടുത്ത എന്താണ്? അടുത്ത കോളം എന്താണ്? ടോട്ടൽ സെയിൽസ് ആണ്. എത്രയാണ് സെല്ലിംഗ് പ്രൈസ് ക്വസ്റ്റിൽ തന്നിരിക്കുന്നത്? 40. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഓരോ യൂണിറ്റ് അതിൻ്റെ 40. 1000 × 40 40,000, 2000 × 40 80,000, 3000 × 40 1,20,000, 4000 × 40 1,60,000, 5000 × 40 2 lakh. അപ്പോൾ നമുക്ക് ഏതിൻ്റെ കോളം കിട്ടി? ടോട്ടൽ സെയിൽസിൻ്റെയും കോളം കിട്ടി. അപ്പോൾ അതാണ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ടോട്ടൽ സെയിൽസും ടോട്ടൽ കോസ്റ്റും ഫിക്സഡ് കോസ്റ്റും വാരിയബിൾ കോസ്റ്റും പ്രിപ്പയർ ചെയ്തു. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണ്? നമുക്ക് ബ്രേക്ക് ഈവൻ ചാർട്ട് പ്രിപ്പയർ ചെയ്യണം. അത് നമ്മുടെ അടുത്ത സ്ലൈഡിലുണ്ട്. ഇതാണ് നമ്മുടെ ആ ബ്രേക്ക് ഈവൻ ചാർട്ടിൻ്റെ ഒരു പിക്ചർ വരിക. അത് ക്ലാരിറ്റി ഇത്തിരി കുറവാണ്. നിങ്ങളിതുപോലെ ചെയ്താൽ ഇതൊക്കെ നോക്കി ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ അറിയാമല്ലോ. ആദ്യം എക്സ് ആക്സിസും വൈ ആക്സിസും വരയ്ക്കാം. എക്സ് ആക്സിസിൽ നമ്മൾ യൂണിറ്റ് എടുക്കുക. 1000, 2000, 3000, 4000, 5000 എന്ന യൂണിറ്റ് എടുക്കാം. വൈ ആക്സിസിൽ വാല്യൂസ് ആണ് എടുക്കേണ്ടത്. അപ്പോൾ ആ ടേബിൾ നോക്കുക. ഏറ്റവും ഹയസ്റ്റ് വാല്യൂം ഏറ്റവും ലോവസ്റ്റ് വാല്യൂം എടുക്കുക. ഹയസ്റ്റ് വാല്യൂ വന്നിരിക്കുന്നത് 30,000ഉം ലോവസ്റ്റ് വാല്യൂ വന്നിരിക്കുന്നത് 2 lakhുമാണ്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെഷർമെൻറ്റ് എടുക്കാം. ഈ വരച്ചാൽ ചെയ്തേക്കുന്നത് 10,000, 20,000 അങ്ങനെയാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് അത്രയ്ക്ക് എടുക്കണമെന്നില്ല. 20,000, 40,000. അപ്പോൾ കുറച്ചും കൂടി അതിൻ്റെ ലെങ്ത്ത് കുറയും. അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അതിൽ എഴുതിയേക്കുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ എടുത്താൽ മതി. 20,000, 30,000, 40,000, 50,000 അല്ല ഈവൻ നമ്പേഴ്സ് എടുത്തിട്ട് 2,000, 20,000, 30,000, 40,000, 60,000 അങ്ങനെ എടുത്തിട്ട് എഴുതിയാൽ മതി. 2 lakh വരെ എഴുതുക. എന്നിട്ട് ആദ്യം നമ്മൾ വാരിയബിൾ കോസ്റ്റ് ഫിക്സഡ് കോസ്റ്റ് പ്ലോട്ട് ചെയ്യുക, സ്ട്രേറ്റ് ലൈൻ. ദെൻ വാരിയബിൾ കോസ്റ്റ് പ്ലോട്ട് ചെയ്യുക, 0ലേക്ക് മുട്ടിക്കുക. ദെൻ ടോട്ടൽ കോസ്റ്റ് പ്ലോട്ട് ചെയ്യുക, ഫിക്സഡ് കോസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ദെൻ സെയിൽസ് ലൈൻ പ്ലോട്ട് ചെയ്യുക. അത് കഴിഞ്ഞ് ടോട്ടൽ സെയിൽസ് ലൈന് പ്ലോട്ട് ചെയ്യുക. അതും എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക? 0ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. രണ്ടും കൂടി ഇൻ്റർസെക്ട് ചെയ്യുന്ന പോയിൻ്റാണ് നമ്മുടെ ബ്രേക്ക് ഈവൻ പോയിന്റ്. അത് നേരെ എക്സ് ആക്സിസിലേക്ക് വരയ്ക്കുക. അതാണ് ബ്രേക്ക് ഈവൻ ഇൻ യൂണിറ്റ് കിട്ടുക. 3,000 കിട്ടണം. ദെൻ അത് വൈ ആക്സിസിലേക്ക് വരയ്ക്കുമ്പോൾ നമുക്ക് 1,20,000 കിട്ടണം. അതാണ് BEP ഇൻ സെയിൽസ് വാല്യൂ. അപ്പം അങ്ങനെ വരച്ചാൽ മതി. ഇതിനേക്കാളും ബെറ്റർ ആവും. അതായിരിക്കും കുറച്ചും കൂടി കാണാനും വൃത്തിയുണ്ട്. അത് ഭയങ്കര വലിയൊരു ചാർട്ട് പോലെ കിടക്കുന്നു. അപ്പോൾ 20,000, 40,000 ആ മെഷർമെൻറ്റ് എടുത്താൽ മതി. ഈ ചാർട്ടിൽ കാണിച്ചോളം വരയ്ക്കേണ്ട. എന്നിട്ട് നമ്മൾക്ക് പോയിൻ്റ് ചെയ്യാനുള്ളതൊക്കെ പോയിൻ്റ് ചെയ്യാം. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എഴുതാം. പ്രോഫിറ്റ് ഏരിയ മാർക്ക് ചെയ്യുക, ലോസ് ഏരിയ മാർക്ക് ചെയ്യുക. അതിൻ്റെ സൈഡിൽ കൃത്യമായിട്ട് നമുക്ക് കിട്ടിയ BEP ഇൻ യൂണിറ്റും BEP ഇൻ സെയിൽസ് വാല്യൂം എഴുതി നമുക്ക് വരയ്ക്കാം. അപ്പോൾ നിങ്ങൾ ഇതുപോലെ വരയ്ക്കുകയാണെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് വരയ്ക്കുക. ഒരു ഹോംവർക്ക് പോലെ നോക്കുക. ഒരു റെഫറൻസിന് വേണ്ടി മാത്രം ഇത് നോക്കിയാൽ മതി കേട്ടോ. ഇനി അടുത്തത്, അപ്പോൾ ബ്രേക്ക് ഈവൻ ചാർട്ട് പഠിച്ചപ്പോൾ നമ്മൾ അതിൻ്റെ ആ ആംഗിളിന് ഒരു പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു, ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നോട്ട് തരാമെന്ന്. അതാണ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ആ ബ്രേക്ക് ഈവൻ പോയിന്റ് കണ്ടുപിടിച്ചില്ല. അതായത് ടോട്ടൽ സെയിൽസ് ലൈനും ടോട്ടൽ കോസ്റ്റ് ലൈനും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ആ പോയിന്റിൻ്റെ ആ ആംഗിൾ, അതിന് വിളിക്കുന്ന പേരാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രേക്ക് ഈവൻ ചാർട്ട് നമ്മൾ വരയ്ക്കുമ്പോൾ അത് മാർക്ക് ചെയ്തിടണമെന്ന്. ഇനി അതിൻ്റെ മീനിങ് എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് ദ ആംഗിൾ ഫോംഡ് അറ്റ് ദ പോയിന്റ് അറ്റ് which the sales line intersect the total cost line. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മുടെ ടോട്ടൽ കോസ്റ്റ് ലൈനും ടോട്ടൽ സെയിൽസ് ലൈനും ഇന്റർസെക്ട് ചെയ്യുന്ന ആ പോയിന്റിലുള്ള ആംഗിളിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ദ ആംഗിൾ ഫോംഡ് അറ്റ് ദ പോയിന്റ് അറ്റ് വിച്ച് ദ സെയിൽസ് ലൈൻ intersect the total cost line. It is the indicator of profitability of the firm. ആ ആംഗിൾ വെച്ചിട്ടാണ് നമുക്കൊരു ബ്രേക്ക് ഈവൻ ചാർട്ട് നോക്കിയിട്ട് ആ ആംഗിൾ നോക്കിയാൽ അറിയാം ആ കമ്പനി പ്രോഫിറ്റബിൾ ആണോ അല്ലേ എന്നുള്ളത്. ആ ആംഗിളിൻ്റെ ലെങ്ത് കൂടിയാൽ അതിൻ്റെ അർത്ഥം പ്രോഫിറ്റബിൾ ആണ്. ആ ലെങ്ത് വളരെ നാരോ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം പ്രോഫിറ്റബിലിറ്റി വളരെ കുറവാണ്. എ ലാർജ് ആംഗിൾ ഇൻഡിക്കേറ്റ് ദ ഹൈ റേറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് വൈസ് വേഴ്സ. ഒരു വലിയൊരു ആംഗിൾ, നന്നായിട്ട് നല്ല വൈഡൻ ആയിട്ടുള്ള ഒരു ആംഗിളാണ് നമുക്ക് കിട്ടിയെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ആ കമ്പനിക്ക് നന്നായിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റി. അതേസമയം വളരെ നാരോ ആയിരുന്നു, വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള രണ്ട് ലൈനാണ് പോകണമെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ആ കമ്പനിക്ക് അധികം ലാഭം ഉണ്ടാക്കാനായിട്ട് പറ്റിയിട്ടില്ല. അതാണ് ദ ലാർജ് ആംഗിൾ ഇൻഡിക്കേറ്റ് ഹൈ റേറ്റ് of profit and vice versa. A small angle indicate low rate of profit.
This angle can be widened or increased by increasing the selling price or decreasing the variable cost. അപ്പോൾ നമുക്ക് എന്തായിരിക്കും ആഗ്രഹം? നാരോ ആയിരിക്കണം, വൈഡൻ ആയിരിക്കണം എന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. ആ ആംഗിൾ എപ്പോഴും ഹൈ അല്ലെങ്കിൽ വൈഡൻ ആംഗിൾ ആയിരിക്കണം എന്നാണ്. അത് നമുക്ക് വൈഡൻ ചെയ്യാനായിട്ടുള്ള രണ്ട് മാർഗം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ സെല്ലിംഗ് പ്രൈസ് കൂട്ടുക, അല്ലെങ്കിൽ വാരിയബിൾ കോസ്റ്റ് കുറയ്ക്കുക. ഒന്നല്ലെങ്കിൽ സെല്ലിംഗ് പ്രൈസ് കൂട്ടിയാൽ നമുക്ക് സെയിൽസ് കൂടും, അല്ലെങ്കിൽ വാരിയബിൾ കോസ്റ്റ് കുറച്ചാൽ നമുക്ക് പ്രോഫിറ്റ് കൂടും. അപ്പോൾ ഇത് ഏറ്റവും നല്ലത് ഏതാണ്? സെല്ലിംഗ് പ്രൈസ് കൂട്ടിയാൽ നമുക്ക് സെയിൽസ് കൂടും, പക്ഷെ ചിലപ്പോൾ ഡിമാൻഡ് ചിലപ്പോൾ കുറയും. പ്രോഫിറ്റ് കൂട്ടാൻ സാധ്യതയുണ്ട്, പക്ഷേ സെയിൽസ് സെല്ലിംഗ് പ്രൈസ് കൂടിയെന്ന് വിചാരിച്ച് ചിലപ്പോൾ കസ്റ്റമേഴ്സ് നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങാത്തൊരവസ്ഥ വരും. അപ്പോൾ ഈ രണ്ട് ഓൾട്ടർനേറ്റീവിൽ ബെസ്റ്റ് ഓപ്ഷൻ എന്താണ്? നമ്മുടെ വാരിയബിൾ കോസ്റ്റ് നമുക്ക് മാക്സിമം കുറയ്ക്കാനായിട്ട് ട്രൈ ചെയ്തിട്ട് നമ്മുടെ ആംഗിൾ കൂട്ടണതായിരിക്കും നല്ലത്. മറ്റേത് സെല്ലിംഗ് പ്രൈസ് കൂടിയാൽ അതിൻ്റെ അർത്ഥം നമുക്ക് കൂടുതൽ സെയിൽസ് എമൗണ്ട് കിട്ടും, അതിനനുസരിച്ച് പ്രോഫിറ്റ് കൂടും. പക്ഷേ സെല്ലിംഗ് പ്രൈസ് കൂട്ടിയാൽ ചിലപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തിന് ഫോക്കസ് ചെയ്യണം? മാക്സിമം നമ്മുടെ വാരിയബിൾ കോസ്റ്റ് കുറയ്ക്കാനായിട്ട് നോക്കുക. എന്നിട്ട് നമ്മുടെ പ്രോഫിറ്റബിലിറ്റി കൂട്ടുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കുറച്ചും കൂടി ഹൈ ആക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഇറ്റ് ഈസ് ദ ആംഗിൾ ദാറ്റ് ഈസ് ഫോംഡ് അറ്റ് ദ പോയിന്റ് അറ്റ് വിച്ച് ദ ടോട്ടൽ കോസ്റ്റ് ലൈൻ ആൻഡ് ഇൻ്റർസെക്റ്റ് വിത്ത് ദ ടോട്ടൽ സെയിൽസ് ലൈൻ. അതിലെ ആംഗിളാണ്. അതിൻ്റെ വൈഡ്നെസ് കൂടും തോറും പ്രോഫിറ്റബിലിറ്റി കൂടും, കുറയും തോറും പ്രോഫിറ്റബിലിറ്റി കുറയും. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് മാർജിൻ ഓഫ് സേഫ്റ്റി. ഇതുപോലെ നമ്മുടെ ബ്രേക്ക് ഈവൻ ചാർട്ടിലുള്ള ഒരു സംഭവം തന്നെയാണ് മാർജിൻ ഓഫ് സേഫ്റ്റി. നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നില്ല, പക്ഷെ അത് മാർജിൻ ഓഫ് സേഫ്റ്റി നമ്മൾ മുമ്പ് ഒരു തവണ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അതിന് ഷോർട്ടായിട്ട് വിളിക്കുന്ന പേരാണ് MOS. ചിലപ്പോൾ അങ്ങനെയായിട്ട് പറയാം, MOS തന്നെയാണ് പറയാം. ഇറ്റ് ഈസ് ദ എക്സസ് ഓഫ് ആക്ച്വൽ ഓർ പ്രസൻറ്റ് സെയിൽസ് ഓവർ ദി BEP സെയിൽസ്. അതായത് നമ്മൾ കണ്ടുപിടിച്ച BEP സെയിൽസും നമ്മുടെ ആക്ച്വൽ സെയിൽസും തമ്മിലുള്ള ആ ഡിഫറൻസിനെ വിളിക്കുന്ന പേരാണ് മാർജിൻ ഓഫ് സേഫ്റ്റി. അതായത് സപ്പോസ് നമുക്കൊരു കൊല്ലം ചിലപ്പോൾ 8 ലക്ഷം രൂപ വരെ സെയിൽസ് ഉണ്ടായെന്ന് വിചാരിക്കുക. അതാണ് നമ്മുടെ ആക്ച്വൽ സെയിൽസ്. പക്ഷെ നമ്മുടെ ബ്രേക്ക് ഈവൻ സെയിൽസ് എന്ന് പറയുന്നത് 5 lakh ആവും. അതായത് നമുക്ക് 5 lakhൻ്റെ സെയിൽസ് നടത്തിയപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ നോ പ്രോഫിറ്റ് നോ ലോസ് ഏരിയ മീറ്റ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റി. അതിൻ്റെ ഡിഫറൻസായി ആക്ച്വൽ സെയിൽസ് എനിക്ക് ഒരു കൊല്ലം എത്ര സെയിൽസ് ഉണ്ടാക്കാൻ പറ്റി? 8 ലക്ഷത്തിൻ്റെ സെയിൽസ് ഉണ്ടാക്കാനായിട്ട് പറ്റി. പക്ഷെ അതിൽ നമുക്ക് 5 ലക്ഷം ആകുമ്പോഴേക്കും നമുക്ക് നോ പ്രോഫിറ്റ് നോ ലോസ് ഏരിയ റീച്ച് ചെയ്യാനായിട്ട് പറ്റി. അപ്പോൾ അതിൻ്റെ ഡിഫറൻസായ ഈ 8ൻ്റെയും 5ൻ്റെയും ഡിഫറൻസായ ആ 3 lakhനെ വിളിക്കുന്ന പേരാണ് MOS, മാർജിൻ ഓഫ് സേഫ്റ്റി. ഇറ്റ് ഈസ് ദ എക്സസ് ഓഫ് ആക്ച്വൽ ഓർ പ്രസൻറ്റ് സെയിൽസ് ഓവർ ദി BEP സെയിൽ. ആക്ച്വൽ സെയിൽസും BEP സെയിൽസും തമ്മിലുള്ള ഡിഫറൻസിനെ വിളിക്കുന്ന പേരാണ് മാർജിൻ ഓഫ് സേഫ്റ്റി. ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇറ്റ് ഈസ് ദ എക്സസ് ഓഫ് ആക്ച്വൽ സെയിൽസ് ഓവർ BEP. നമുക്ക് ആക്ച്വലി ഉണ്ടാക്കാൻ പറ്റിയ സെയിൽസും ദെൻ നമുക്ക് നമ്മുടെ BEP സെയിൽസും തമ്മിലുള്ള ആ ഡിഫറൻസിനെ വിളിക്കുന്ന പേരാണ് മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് വിളിക്കുന്നത്. ഒന്ന് ബാക്കിലേക്ക് ഒന്ന് മറച്ച് നമ്മൾ ഫസ്റ്റ് വരച്ച BE ചാർട്ട് ഒന്ന് എടുക്കുക. നമ്മൾ ആദ്യം വരച്ചിലേക്ക് ഇന്നലത്തെ ക്ലാസ്സിൽ വരച്ച BE ചാർട്ട് ഒന്ന് എടുക്കാം. അവിടെ Y ആക്സിസ് ഒന്ന് നോക്കാം. അവിടെ നമ്മുടെ B പോയിന്റ് എത്രയാണ്? 5000 ആണ്. 5000 റുപ്പീസാണ് നമ്മുടെ BEP. ദെൻ അവിടെ എത്ര രൂപ സെയിൽസ് നടത്തിയിട്ടുണ്ട്? 8000 റുപ്പീസിൻ്റെ സെയിൽസ് നടത്തിയിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് സെയിൽസ് 800 നടന്നിട്ടുണ്ട്. അത് 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് 8000 കിട്ടി. അപ്പോൾ ആ 5000ഉം ആ 8000 തമ്മിലുള്ള ആ ഡിഫറൻസിനെ വിളിക്കുന്ന പേരാണ് മാർജിൻ ഓഫ് സേഫ്റ്റി. മനസ്സിലായില്ലേ? അതായത് ആ ചാർട്ട് വരച്ചപ്പോൾ നമുക്ക് 5000 ആണ് നമ്മുടെ BEP ഇൻ സെയിൽസ് കിട്ടിയത്. ദെൻ ആക്ച്വൽ സെയിൽസ് നമ്മൾ എത്ര വരെ മാർക്ക് ചെയ്തിട്ടുണ്ട്? 8000 വരെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ 5000ഉം ആ 8000 തമ്മിലുള്ള ആ ഏരിയയില്ലേ, ആ ഏരിയനെ വിളിക്കുന്ന പേരാണ് മാർജിൻ ഓഫ് സേഫ്റ്റി. മനസ്സിലായില്ലേ? നമ്മുടെ ആക്ച്വൽ സെയിൽസും BEP സെയിൽസും തമ്മിലുള്ള ഡിഫറൻസ്. ഇറ്റ് ഈസ് ദ വോളിയം ഓഫ് സെയിൽസ് ബിയോണ്ട് ദ ബ്രേക്ക് ഈവൻ സെയിൽസ്. നമ്മുടെ ബ്രേക്ക് ഈവൻ സെയിൽസിനേക്കാൾ അപ്പുറം വരുന്ന സെയിൽസിനെ വിളിക്കുന്ന പേരാണ് MOS എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഇൻഡിക്കേറ്റ് ദ സ്ട്രെങ്ത് ഓർ വീക്ക്നെസ് ഓഫ് എ ഫേം. അതായത് MOS മാക്സിമം നമുക്ക് കൂട്ടാൻ പറ്റിയാൽ ആ കമ്പനി ഫിനാൻഷ്യലി സൗണ്ട് ആണ്, അല്ലെങ്കിൽ ഫിനാൻഷ്യലി വീക്കാണെന്ന് നമ്മൾ ഇൻ്റർപ്രിട്ടേഷൻ നടത്താനായിട്ട് പറ്റും. കാരണം ഇപ്പോൾ ആ പറഞ്ഞ എക്സാമ്പിളിൽ നമുക്ക് എത്രയാണ് MOS? 5000ഉം 8000 തമ്മിലുള്ള വ്യത്യാസമായ 3000 ആണ്. ചില കമ്പനിക്ക് അത് 4000 ആവാം, 5000 ആവാം, 10,000 ആവാം. അത് കൂടും തോറും കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്ട്രെങ്ത് കൂടും, കുറയും തോറും കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്ട്രെങ്ത് കുറയും. ഇറ്റ് ഇൻഡിക്കേറ്റ് ദ സ്ട്രെങ്ത് ഓർ വീക്ക്നെസ് ഓഫ് എ ഫേം.
A large MOS indicate that the firm is financially sound. നമുക്ക് കിട്ടണ MOS ഹൈ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം ആ കമ്പനി അല്ലെങ്കിൽ ആ ഫേം ഫിനാൻഷ്യലി സൗണ്ട് എന്നാണ്. A large MOS indicate that the firm is financially sound. ഓക്കെ, അപ്പോൾ മനസ്സിലായില്ലേ? എക്സസ് ഓഫ് ആക്ച്വൽ സെയിൽസ് ഓവർ BP സെയിൽസ് അതിന് വിളിക്കുന്ന പേരാണ് മാർജിൻ ഓഫ് സേഫ്റ്റി. ഓക്കെ, ഇനി MOS കാണാനുള്ള ഇക്വേഷൻ ആണെങ്കിൽ നമുക്ക് പഠിക്കേണ്ടത് ആദ്യത്തെ ഇക്വേഷൻ സിമ്പിളാണ്. അതിൻ്റെ മീനിങ് തന്നെയാണ് എൻ്റെ ഇക്വേഷൻ ആക്ച്വൽ സെയിൽസ് മൈനസ് ബ്രേക്ക് ഈവൻ സെയിൽസ്. അത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ ആക്ച്വൽ സെയിൽസും ഉണ്ടായിരിക്കണം, ബ്രേക്ക് ഈവൻ സെയിൽസും ഉണ്ടായിരിക്കണം. ക്വസ്റ്റ്യനിൽ നേരിട്ടിട്ട് ആക്ച്വൽ സെയിൽസും ബ്രേക്ക് ഈവൻ സെയിൽസും തന്നിട്ടുണ്ടെങ്കിൽ അത് ജസ്റ്റ് അതിന് അപ്ലൈ ചെയ്താൽ മതി. ഒട്ടുമിക്ക ക്വസ്റ്റ്യനിലും അങ്ങനെ തരില്ല, എളുപ്പമല്ല. അപ്പം നമ്മൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ രണ്ടാമത് എഴുതിയേക്കുന്നത് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ. നമ്മൾ ഉണ്ടാക്കിയ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ ചെയ്താൽ നമുക്ക് കിട്ടുന്നതെന്ന് വിളിക്കുന്ന പേരാണ് MOS, മാർജിൻ ഓഫ് സേഫ്റ്റി. ഇത് തന്നെയായിരിക്കും നമുക്ക് ഒട്ടുമിക്ക ഇക്വേഷനിലും ഉപയോഗിക്കേണ്ടതായിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ സ്ലൈഡിൽ എന്ത് പഠിച്ചു? MOS എന്താണെന്ന് പഠിച്ചു, അത് കാണാനുള്ള ഇക്വേഷൻ പഠിച്ചു. ഈ രണ്ട് ഇക്വേഷനും പഠിച്ചു വയ്ക്കാം. ബൈ ചാൻസ് മറ്റേ ആക്ച്വൽ സെയിൽസും ബ്രേക്ക് ഈവൻ സെയിൽസും നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കണ്ടുപിടിക്കാം. ഏതാണ് ഇക്വേഷൻ? ആക്ച്വൽ സെയിൽസ് മൈനസ് ബ്രേക്ക് ഈവൻ സെയിൽസ് ഓർ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ. ഓക്കെ, ഇതാണ് അടുത്ത പ്രോബ്ലം. നമുക്ക് MOS കാണാനുള്ള ഇക്വേഷൻ അത് നോക്കാനുള്ള പ്രോബ്ലമാണ്. നോക്കാം. A company has earned a profit of rupees 30,000, marginal cost 8 per unit, selling price 10 per unit. Find out a margin of safety. നമുക്ക് പ്രോഫിറ്റ് തന്നിട്ടുണ്ട്, മാർജിനൽ കോസ്റ്റും സെല്ലിംഗ് പ്രൈസും തന്നിട്ടുണ്ട്. ഫൈൻഡ് ഔട്ട് മാർജിൻ ഓഫ് സേഫ്റ്റി കാണണം. അപ്പോൾ ആദ്യം മാർജിൻ ഓഫ് സേഫ്റ്റി കാണാനുള്ള ഇക്വേഷൻ എന്താണ്? നമ്മുടെ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? പി വി റേഷ്യോ കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം പി വി റേഷ്യോയുടെ ഇക്വേഷൻ എഴുതി. പി വി റേഷ്യോ ഇസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. ദെൻ ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കണം. കോൺട്രിബ്യൂഷൻ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? സെയിൽസ് മൈനസ് VC. സെയിൽസ് എത്രയാണ്? 10 മൈനസ് VC എത്രയാണ്? ഇവിടെ VC ആയിട്ടുള്ള തന്നേക്കുന്നത് മാർജിനൽ കോസ്റ്റ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. മാർജിനൽ കോസ്റ്റ് തന്നെയാണ് എന്ത്? വാരിയബിൾ കോസ്റ്റ്. നമ്മൾ തുടക്കത്തിലെ മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ തുടക്കത്തിൽ പഠിച്ചിട്ടുണ്ട്. മാർജിനൽ കോസ്റ്റ് തന്നെയാണ് വാരിയബിൾ കോസ്റ്റ്. കാരണം നമ്മൾ മാർജിനൽ കോസ്റ്റിങ്ങിൽ എന്താ ചെയ്യുന്നത്? ടോട്ടൽ കോസ്റ്റിൽ നിന്ന് ഫിക്സഡ് കോസ്റ്റ് ഒഴിവാക്കി മാർജിനൽ കോസ്റ്റ് മാത്രം കൺസിഡർ ചെയ്യുന്ന ഒരു കോസ്റ്റ്, വാരിയബിൾ കോസ്റ്റ് മാത്രം കൺസിഡർ ചെയ്യുന്ന ഒരു കോസ്റ്റിങ്ങിനെ വിളിക്കുന്ന പേരാണ് മാർജിനൽ കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അന്ന് തന്നെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു മാർജിനൽ കോസ്റ്റിൻ്റെ വേറൊരു പേരാണ് വാരിയബിൾ കോസ്റ്റ്. അപ്പോൾ നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടി മാത്രം മാർജിനൽ കോസ്റ്റ് തന്നിരിക്കണം, അത് തന്നെയാണ് വാരിയബിൾ കോസ്റ്റ്. അപ്പോൾ എത്രയാണ് വാരിയബിൾ കോസ്റ്റ്? 8. അപ്പോൾ 10 മൈനസ് 8 ഇസ് ഈക്വൽ ടു 2. അപ്പോൾ നമുക്ക് കോൺട്രിബ്യൂഷൻ 2 കിട്ടി. ദെൻ പി വി റേഷ്യോ ഇക്വേഷനിൽ എഴുതാം 2 ഡിവൈഡഡ് ബൈ സെയിൽസ് 10 ഇൻറ്റു 100. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 20% പി വി റേഷ്യോ കിട്ടും. അപ്പോൾ നമുക്ക് പി വി റേഷ്യോ കിട്ടി. ദെൻ പ്രോഫിറ്റ് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ MOS കാണാം. നേരെ ഇക്വേഷൻ എഴുതാം. MOS ഈക്വൽ ടു പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ. പ്രോഫിറ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 30,000 ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ നമ്മൾ കണ്ടുപിടിച്ചു 20%. അത് 0.2 ആയിട്ട് എഴുതാം. അപ്പോൾ 30,000 ഡിവൈഡഡ് ബൈ 0.2 ഇസ് ഈക്വൽ ടു 1,50,000 നമുക്ക് ആൻസർ കിട്ടി. അപ്പോൾ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ മാർജിൻ ഓഫ് സേഫ്റ്റി എത്രയാണ്? 1,50,000. അതായത് ഡിഫറൻസ് ബിറ്റ്വീൻ ആക്ച്വൽ സെയിൽസ് ആൻഡ് BP സെയിൽസ് ഇസ് ഈക്വൽ ടു 1,50,000. അപ്പോൾ നമ്മൾ ആൻസർ കഴിഞ്ഞു, അതിൻ്റെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതൊരു അടുത്ത ക്വസ്റ്റ്യനാണ്, വായിക്കാം. കാൽക്കുലേറ്റ് പി വി റേഷ്യോ, ബ്രേക്ക് ഈവൻ റേഷ്യോ, പ്രോഫിറ്റ്, മാർജിൻ ഓഫ് സേഫ്റ്റി ആൻഡ് സെയിൽസ് റിക്വയർഡ് ടു ഏൺ എ പ്രോഫിറ്റ് ഓഫ് ₹6,000. ബ്രേക്ക് ഈവൻ റേഷ്യോയുടെ ബ്രേക്ക് ഈവൻ പോയിന്റ്, ദെൻ പ്രോഫിറ്റ് കണ്ടുപിടിക്കണം, ദെൻ മാർജിൻ ഓഫ് സേഫ്റ്റി കണ്ടുപിടിക്കണം, ദെൻ സെയിൽസ് റിക്വയർഡ് ടു ഏൺ എ പ്രോഫിറ്റ് ഓഫ് ₹6,000. അപ്പോൾ 1, 2, 3, 4, 5 സംഭവങ്ങൾ കണ്ടുപിടിക്കാം. ഇതിൽ നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് 4,500 തന്നിട്ടുണ്ട്, ടോട്ടൽ വാരിയബിൾ കോസ്റ്റ് 7,500 തന്നിട്ടുണ്ട്, ടോട്ടൽ സെയിൽസ് 15,000 തന്നിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ കണ്ടുപിടിക്കാം. നമുക്ക് ഓരോന്നോരോന്നായിട്ട് കണ്ടുപിടിക്കാം. ആദ്യം എന്താണ് കണ്ടുപിടിക്കേണ്ടത്? പി വി റേഷ്യോ കണ്ടുപിടിക്കണം. അപ്പോൾ പി വി റേഷ്യോയുടെ ഇക്വേഷൻ എഴുതാം. എന്താണ്? പി വി റേഷ്യോ ഇസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കണം. സെയിൽസ് മൈനസ് വാരിയബിൾ കോസ്റ്റ്. സെയിൽസ് എത്രയാണ്? 15,000 മൈനസ് വാരിയബിൾ കോസ്റ്റ് എത്രയാണ്? 7,500. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? കോൺട്രിബ്യൂഷൻ 7,500 കിട്ടും. അപ്പോൾ നമ്മൾ ആദ്യം കോൺട്രിബ്യൂഷൻ കണ്ടുപിടിച്ചു. ഇനി അത് പി വി റേഷ്യോയുടെ ഇക്വേഷനിലിടാം.
അപ്പോൾ നമ്മൾ പി വി റേഷ്യോ ഇക്വേഷനിലിട്ടു. നമ്മൾ കോൺട്രിബ്യൂഷൻ 7500 കണ്ടുപിടിച്ചു, ഡിവൈഡഡ് ബൈ നമ്മുടെ സെയിൽസ് എത്രയാണ് 15,000. അപ്പോൾ 7500 ഡിവൈഡഡ് ബൈ 15,000 ഇൻറ്റു 100. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? പി വി റേഷ്യോ ഈക്വൽ ടു 50% നമുക്ക് കിട്ടി. അപ്പോൾ നമ്മുടെ പി വി റേഷ്യോ 50% എന്ന് കണ്ടുപിടിച്ചു. ദെൻ അടുത്ത എന്ത് കണ്ടുപിടിക്കണം? അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ബി ഇ പി ഇൻ സെയിൽസ് വാല്യൂ, ബ്രേക്ക് ഈവൺ പോയിന്റ് ഇൻ സെയിൽസ് വാല്യൂ. ബി ഇ പി ഇൻ സെയിൽസ് വാല്യൂ കണ്ടുപിടിക്കണം. അതെന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ആദ്യം ഇക്വേഷൻ എഴുതിയെടുക്കുക, ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ. അതാണ് നമ്മൾ സെയിൽസ് വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ദെൻ ഫിക്സഡ് കോസ്റ്റ് എത്രയാണ്? ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് തന്നിട്ടുണ്ട്, 4500 ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ എത്രയാണ്? 0.5. അപ്പം നമുക്ക് എത്ര കിട്ടും? 9000 കിട്ടും. അതാണ് നമ്മുടെ ബി ഇ പി ഇൻ സെയിൽസ് വാല്യൂ. ബി ഇ പി ഇൻ സെയിൽസ് വാല്യൂ 9000 നമുക്ക് കിട്ടി. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി അപ്പോൾ നമ്മുടെ 2 ക്വസ്റ്റ്യൻ കഴിഞ്ഞു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നു. പ്രോഫിറ്റ് കണ്ട ഇക്വേഷൻ എന്താണ്? നമ്മൾ തുടക്കത്തിലെ മാർജിനൽ കോസ്റ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. സെയിൽസ് മൈനസ് പി സി കോൺട്രിബ്യൂഷൻ കിട്ടി. കോൺട്രിബ്യൂഷനിൽ നിന്ന് നമ്മുടെ ഫിക്സഡ് കോസ്റ്റ് കുറച്ചാലാണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടുക. അപ്പോൾ പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സഡ് കോസ്റ്റ്. കോൺട്രിബ്യൂഷൻ നമ്മൾ നേരത്തെ കണ്ടുവച്ചിരുന്നു, എത്രയാണ്? 7500 മൈനസ് ഫിക്സഡ് കോസ്റ്റ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നു 4500. അപ്പോൾ 7500 മൈനസ് 4500 ഇസ് ഈക്വൽ ടു 3000 കിട്ടി. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ ക്വസ്റ്റ്യനും ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞു. അടുത്തത് എന്താണ്? MOS കാണണം, മാർജിൻ ഓഫ് സേഫ്റ്റി കാണണം. മാർജിൻ ഓഫ് സേഫ്റ്റി കാണാൻ 2 ഇക്വേഷൻ നമുക്ക് വേണമെങ്കിൽ ഇതിൽ ഉപയോഗിക്കാം. കാരണം നമ്മുടെ കയ്യിൽ ഒന്നാമത്തെ ഇക്വേഷൻ നമ്മൾ എന്താ പഠിച്ചത്? ആക്ച്വൽ സെയിൽസ് മൈനസ് ബി ഇ പി സെയിൽസ്. ആക്ച്വൽ സെയിൽസ് എത്രയാണ്? ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 15,000 മൈനസ് ബി ഇ പി സെയിൽ നമ്മൾ രണ്ടാമതായിട്ട് കണ്ടുപിടിച്ചു, എത്ര? 9,000. അപ്പോൾ 15,000 മൈനസ് 9,000 ഇസ് ഈക്വൽ ടു 6,000. ആ ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത ഇക്വേഷൻ വെച്ചിട്ടും ചെയ്യാം. ഞാനിപ്പോൾ സെക്കൻഡ് ഇക്വേഷൻ വെച്ച് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റത് 15,000 മൈനസ് 9,000 എന്ന് പറഞ്ഞ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് MOS കണ്ടുപിടിക്കാം. ഈ ഇക്വേഷൻ എന്ന് പറയുകയാണെങ്കിൽ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ. പ്രോഫിറ്റ് നമ്മൾ തൊട്ട് മുമ്പ് കണ്ടുപിടിച്ചു 3000 ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ നമ്മൾ ഏറ്റവും ആദ്യം കണ്ടുപിടിച്ചു, ദാറ്റ് ഈസ് 50%, ദാറ്റ് ഈസ് 0.5. അപ്പോൾ 3000 ഡിവൈഡഡ് ബൈ 0.5 ഇസ് ഈക്വൽ ടു 6000. ഏത് ഇക്വേഷൻ ഉപയോഗിച്ചാലും നമുക്ക് 6000 തന്നെ കിട്ടും. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കട്ടെ, ഞാനത് ഉപയോഗിച്ചു എന്നുള്ളൂ. അപ്പോൾ നമ്മുടെ മാർജിൻ ഓഫ് സേഫ്റ്റി നമ്മൾ എത്ര കണ്ടുപിടിച്ചു? 6000 കണ്ടുപിടിച്ചു. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് എന്താണ്? സെയിൽസ് പ്രോഫിറ്റ് തന്നിട്ട് സെയിൽസ് കാൽക്കുലേറ്റ് ദ വോളിയൂം ഓഫ് സെയിൽസ് ടു ഏൺ എ പ്രോഫിറ്റ് ഓഫ് ₹6,000. പ്രോഫിറ്റ് തന്നിട്ട് സെയിൽസ് കണ്ടുപിടിക്കണം. എന്താണ് ഇക്വേഷൻ? ഫിക്സഡ് കോസ്റ്റ് പ്ലസ് ഡിസൈർഡ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ. നമ്മൾ അന്ന് പഠിച്ചിട്ടില്ലേ? സെയിൽസ് പ്രോഫിറ്റ് തന്നിട്ട് സെയിൽസ് കണ്ടുപിടിക്കണമെങ്കിൽ ഫിക്സഡ് കോസ്റ്റ് പ്ലസ് ഡിസൈർഡ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ. ഫിക്സഡ് കോസ്റ്റ് 4500 പ്ലസ് എത്ര പ്രോഫിറ്റ് ഉണ്ടാക്കണം? 6000. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച പ്രോഫിറ്റ് അല്ല കേട്ടോ, തെറ്റിക്കരുത്. നമ്മൾ നേരത്തെ ഒരു പ്രോഫിറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്, എത്ര? 3000 എന്ന് കണ്ടുപിടിക്കേണ്ട, അതല്ല. ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 6000 രൂപ ലാഭം ഉണ്ടാക്കാനായിട്ട് എത്ര സെയിൽസ് നമ്മൾ നടത്തണം. അപ്പോൾ ഇവിടെ എടുക്കേണ്ട ഡിസൈർഡ് പ്രോഫിറ്റ്, നമുക്ക് ആഗ്രഹമുള്ള പ്രോഫിറ്റ് എത്രയാണ്? അതാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന 6000. അതെടുക്കാം, ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ 50%, ദാറ്റ് ഈസ് 0.5. അപ്പോൾ 4500 പ്ലസ് 6000 ഡിവൈഡഡ് ബൈ 0.5 ചെയ്താൽ നമുക്ക് എത്ര ആൻസർ കിട്ടും? 21,000 നമുക്ക് ആൻസർ കിട്ടും. അതായത് 6,000 റുപ്പീസ് പ്രോഫിറ്റ് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ 21,000 റുപ്പീസിൻ്റെ സെയിൽസ് നടത്തിയാലേ നമുക്ക് 6,000 റുപ്പീസ് പ്രോഫിറ്റ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ള 5 നമ്മൾ കണ്ടുപിടിച്ചു. ആദ്യം നമ്മൾ പി വി റേഷ്യോ കണ്ടുപിടിച്ചു, അത് 50% കണ്ടുപിടിച്ചു. രണ്ടാമത് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? ബ്രേക്ക് ഈവൻ സെയിൽസ് കണ്ടുപിടിച്ചു, 9,000 കണ്ടുപിടിച്ചു. ദെൻ പിന്നെ എന്ത് കണ്ടുപിടിച്ചു? പ്രോഫിറ്റ് കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ MOS കണ്ടുപിടിച്ച്, പിന്നെ 6,000 റുപ്പീസ് പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള സെയിൽസ് വാല്യൂ കണ്ടുപിടിച്ചു. ഓക്കെ, ഇതാണ് എൻ്റെ ഫസ്റ്റ് പ്രോബ്ലം. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. കാൽക്കുലേറ്റ് പ്രോഫിറ്റ് വെൻ സെയിൽസ് ആർ ₹1,50,000, DEP 1 lakh, ഫിക്സഡ് കോസ്റ്റ് 2,50,000. നമ്മളോട് എന്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നു? പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നു. അതിൽ എന്തൊക്കെ തന്നിട്ടുണ്ട്? നമുക്ക് സെയിൽസ് തന്നിട്ടുണ്ട്, BEP തന്നിട്ടുണ്ട്, ഫിക്സഡ് കോസ്റ്റ് തന്നിട്ടുണ്ട്. ഇത്രയും ഇൻഫർമേഷൻസ് വെച്ച് നമ്മളോട് എന്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നു? നമ്മളോട് ഒരേ ഒരു സംഭവം മാത്രമേ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളൂ. എന്താണ്? പ്രോഫിറ്റ് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നു. അപ്പം നമുക്ക് ചെയ്യാം.
ഇനി നമുക്കിതിൽ ഈ ചാപ്റ്ററിൽ പുതിയൊരു ഒറ്റ ഇക്വേഷനും പഠിക്കാനില്ല, എല്ലാ ഇക്വേഷൻസും കഴിഞ്ഞു. ഇനി നമ്മൾ ഇതുവരെ പഠിച്ച ഇക്വേഷൻസ് എല്ലാതും കൂടിയിട്ടുള്ള പ്രോബ്ലംസും നമുക്ക് കുറച്ച് വർക്കൗട്ട് ചെയ്യണം. പുതിയ ഇക്വേഷൻസ് ഒന്നുമില്ല, നമ്മൾ ഇതുവരെ പഠിച്ച ഇക്വേഷൻസ് മാത്രമേ നമുക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അത് അങ്ങോട്ടോട്ട് മിക്സപ്പ് ആക്കിയിട്ട് വരും. അപ്പോൾ നമ്മൾ ഏത് ഇക്വേഷനാണ് എപ്പോഴാണ് യൂസ് ചെയ്യുന്നത് നോക്കിയിട്ട് വേണം നമ്മളത് പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ നാളെ പറഞ്ഞ പോലെ ഒരു പേപ്പറിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് മുമ്പിൽ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ചെയ്ത് തരുന്നുള്ളൂ, അപ്പം ഇക്വേഷൻസ് ഒന്നും ബൈഹാർട്ട് ഉണ്ടാവില്ല. അപ്പോൾ ആ പേപ്പർ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേഗം അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഏതാ ഇക്വേഷനെ യൂസ് ചെയ്യേണ്ടത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമുക്കിവിടെ പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. അന്ന് പ്രോഫിറ്റ് കണ്ടുപിടിക്കാതെ ഇക്വേഷൻ എന്താണ്, സെയിൽസ് തന്നിട്ട് പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. പ്രോഫിറ്റ് വെൻ സെയിൽസ് ആർ റുപ്പീസ് 1,50,000, 1,50,000 സെയിൽസ് നടത്തുമ്പോൾ നമുക്ക് എത്ര രൂപയായിരിക്കും പ്രോഫിറ്റ് കിട്ടുക. അത് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താണ്, പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു സെയിൽസ് ഇൻറ്റു PV റേഷ്യോ മൈനസ് ഫിക്സഡ് കോസ്റ്റ്. അത് വെച്ചിട്ട് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റും. സെയിൽസ് തന്നിട്ടുണ്ട്, ദെൻ ബാക്കി എന്താ തന്നത്, സെയിൽസ് കോസ്റ്റിൽ തന്നിട്ടുണ്ട് എത്രയാണ്, 1,50,000 തന്നിട്ടുണ്ട്. ഫിക്സഡ് കോസ്റ്റ് തന്നിട്ടുണ്ട് 25,000 തന്നിട്ടുണ്ട്. പക്ഷെ നമ്മളതിൽ എന്തില്ല, PV റേഷ്യോ ഇല്ല. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം, PV റേഷ്യോ കണ്ടുപിടിക്കണം. PV റേഷ്യോ കണ്ടുപിടിക്കാനുള്ള സാധാരണ ഇക്വേഷൻ എന്താണ്, കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. അതാണ് നമ്മൾ സാധാരണ PV റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എഴുതേണ്ടി വരിക. അപ്പോൾ നിങ്ങൾ ആദ്യം അത് എഴുതി നോക്കുക. ഞാനിപ്പോൾ ഇതിൽ എഴുതിയിട്ടില്ല, അത് ഉപയോഗിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ എഴുതാത്തത്. PV റേഷ്യോ കാണാനുള്ള ഇക്വേഷൻ എഴുതി. PV റേഷ്യോ ഇസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. അപ്പോൾ അതിൽ കോൺട്രിബ്യൂഷൻ നമ്മളുടെ കയ്യിൽ ഇല്ല. നമ്മൾ കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്, സെയിൽസ് മൈനസ് VC. നമ്മളിൽ സെയിൽസ് വേണമെങ്കിൽ ഉണ്ട്, പക്ഷേ എന്തില്ല, വാരിയബിൾ കോസ്റ്റ് ഇല്ല. അപ്പോൾ നമുക്ക് ഈ ഇൻഫർമേഷൻ വെച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റില്ല, കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റില്ല. കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കാത്തത് കൊണ്ട് നമ്മൾ നേരത്തെ എഴുതിയ ഇക്വേഷൻ കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ സെയിൽസ് ഇൻറ്റു 100 എന്ന് പറഞ്ഞ ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാനും പറ്റില്ല PV റേഷ്യോ കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് എന്തായാലും PV റേഷ്യോ കണ്ടുപിടിച്ചേ മതിയാവും. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന വേറെ ഇൻഫർമേഷൻ എന്താണ്, BEP ആണ്, ബ്രേക്ക് ഈവൻ പോയിൻറ്റിന് സെയിൽസ് തന്നിട്ടുണ്ട് 1 lakh. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് BEPയുടെ ഏത് ഇക്വേഷനിലാണ് PV റേഷ്യോ വരണതെന്ന് നോക്കുക. നമ്മൾ BEPയും സെയിൽസ് കാണാനായിട്ട് 2-3 ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ട്. ആ ഇക്വേഷനിൽ ഏത് ഇക്വേഷനിലാണ് PV റേഷ്യോ വരണതെന്ന് നമ്മൾ നോക്കണം. അപ്പോൾ നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഉണ്ട്, BEP ഇസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ PV റേഷ്യോ. അങ്ങനൊരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷനിൽ BEP നമ്മുടെ കയ്യിലുണ്ട്, ഫിക്സഡ് കോസ്റ്റും നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, PV റേഷ്യോ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഏത് ഇക്വേഷനാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നമ്മൾ തീരുമാനിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ നേരത്തെ ഇത് തെറ്റല്ല, പക്ഷേ അതിൽ കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് യാതൊരു ഇൻഫർമേഷനും നമ്മുടെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് നമുക്കത് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. കാരണം സെയിൽസ് ഉണ്ട്, പക്ഷേ വാരിയബിൾ കോസ്റ്റ് ഇല്ല. നമുക്ക് വാരിയബിൾ കോസ്റ്റ് കണ്ടുപിടിക്കാനായിട്ട് വേറെ ഒരു മാർഗ്ഗവും ഇല്ല. അപ്പോൾ നമ്മൾ വേറൊരു ആൾട്ടർനേറ്റീവിനെ കുറിച്ച് ചിന്തിച്ചു. നമ്മുടെ ക്വസ്റ്റ്യനിലെ BEP തന്നിട്ടുണ്ട്. അപ്പോൾ BEPയുടെ ഇക്വേഷനിൽ ഏത് ഇക്വേഷനിലാണ് PV റേഷ്യോ വരണതെന്ന് നോക്കുക. അപ്പോൾ നോക്കിയപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു BEP ഇസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ PV റേഷ്യോ. നമുക്ക് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. BEP എത്രയാണ്, 1 lakh ഈക്വൽ ഫിക്സഡ് കോസ്റ്റ് 25,000 ഡിവൈഡഡ് ബൈ PV റേഷ്യോ. അത് അതിൻ്റെ പ്ലേസിൽ അതിൻ്റെ വാല്യൂസ് കൊടുക്കുക. PV റേഷ്യോ നമുക്കറിയില്ല, അതുകൊണ്ട് PV റേഷ്യോ തന്നെയായിട്ട് എഴുതാം. അപ്പോൾ നമ്മൾ ആ PV റേഷ്യോ ഇക്വേഷനിൽ PV റേഷ്യോ ഇങ്ങോട്ട് കൊണ്ടുവന്നു, 1 lakh അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പോൾ PV റേഷ്യോ ഇസ് ഈക്വൽ ടു 25,000 ഡിവൈഡഡ് ബൈ 1 lakh. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, 0.25. PV റേഷ്യോ ഇസ് ഈക്വൽ ടു ഐദർ 0.25 or 25%. ഇനി നമ്മൾ നേരത്തെ പ്രോഫിറ്റ് കാണുന്ന ഇക്വേഷനിൽ ചെയ്താൽ പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു സെയിൽസ് ഇൻറ്റു PV റേഷ്യോ മൈനസ് ഫിക്സഡ് കോസ്റ്റ്. സെയിൽസ് എന്ന് പറയുന്നത് 1,50,000 ഇൻറ്റു PV റേഷ്യോ നമ്മൾ കണ്ടുപിടിച്ചു 0.25 മൈനസ് ഫിക്സഡ് കോസ്റ്റ് എത്രയാണ്, 25,000. ദാറ്റ് ഇസ് ഈക്വൽ ടു 12,500. അതായത് നമുക്ക് 1,50,000 സെയിൽസ് നടത്തിയാൽ നമുക്കതിൽ 12,500 നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൽ ആ ഏത് ഇക്വേഷനാണ് യൂസ് ചെയ്യുന്നതെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമാണ്, വേറെ നമുക്ക് സ്മൂത്തായിട്ട് ചെയ്യാം. പക്ഷേ അപ്പോൾ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് എല്ലാ ഇക്വേഷൻസും ബൈഹാർട്ട് ആയാലാണ് ഏത് ഇക്വേഷനിലാണ് PV റേഷ്യോ എടുക്കണമെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളത് വെച്ചിട്ട് നമുക്കിങ്ങനെ സ്മൂത്തായിട്ട് ഇങ്ങോട്ട് പോരാം. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇക്വേഷൻസ് ക്ലിയർ ആവണം. ഇപ്പോൾ തുടക്കത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ആ ഷീറ്റിൽ ഒരു പേപ്പറിൽ എഴുതാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് റിവൈസ് ചെയ്താൽ നമുക്ക് ആ ഇക്വേഷൻസൊക്കെ ബൈഹാർട്ട് ആയിക്കോളും. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം.
കാൽക്കുലേറ്റ് BEP, ഫിക്സഡ് കോസ്റ്റ് ആൻഡ് പ്രോഫിറ്റ്. 3 സംഭവങ്ങൾ കണ്ടുപിടിക്കണം. BEP കണ്ടുപിടിക്കണം, ഫിക്സഡ് കോസ്റ്റ് കണ്ടുപിടിക്കണം, പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. അത് നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ എന്തൊക്കെയാണെന്ന് വെച്ചാൽ MOS, ദാറ്റ് ഈസ് മാർജിൻ ഓഫ് സേഫ്റ്റി 80,000 തന്നിട്ടുണ്ട്. ബ്രാക്കറ്റിൽ ഈ 80,000 എന്ന് പറയുന്നത് സെയിൽസിൻ്റെ 40% ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. MOS 80% ആണ്. ആ 80% എന്ന് പറയുന്നത് നമ്മുടെ ടോട്ടൽ സെയിൽസിൻ്റെ 40% ആണ്. ഓക്കെ, ദെൻ PV റേഷ്യോ 30%. ആകെ രണ്ട് ഡീറ്റെയിൽസ് മാത്രം തന്നിട്ടുള്ള MOSും തന്നിട്ടുണ്ട്, PV റേഷ്യോയും തന്നിട്ടുണ്ട്. ഇവിടെ നമ്മളോട് എന്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്? BEP കാണണം, ഫിക്സഡ് കോസ്റ്റ് കാണണം, പ്രോഫിറ്റ് കാണണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് തന്നിരിക്കുന്നത്? MOS അല്ല തന്നിരിക്കുന്നത്. അപ്പോൾ MOS കാണാനുള്ള ഇക്വേഷൻ ആദ്യം തന്നെ എഴുതാം. MOS is equal to പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ PV റേഷ്യോ. അത് നമുക്ക് MOS equal to പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ PV റേഷ്യോ. അതിൽ MOS നമുക്കറിയാം, പ്രോഫിറ്റ് നമുക്ക് കണ്ടുപിടിക്കണം, ദെൻ PV റേഷ്യോ നമുക്കറിയാം. അപ്പോൾ അതിന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ MOSൻ്റെ താഴെ 80,000 is equal to പ്രോഫിറ്റ് നമുക്കറിയില്ല, അപ്പോൾ പ്രോഫിറ്റ് തന്നെ എഴുതാം, ഡിവൈഡഡ് ബൈ PV റേഷ്യോ എത്രയാണ്? 30%, ദാറ്റ് ഈസ് 0.3. അപ്പോൾ പ്രോഫിറ്റ് is equal to 0.3 അങ്ങോട്ട് കൊണ്ടുപോവുക. 80,000 ഇൻറ്റു 0.3 ദാറ്റ് ഇസ് ഈക്വൽ ടു 24,000 നമുക്ക് എന്ത് കിട്ടി? പ്രോഫിറ്റായിട്ട് കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മളോട് കണ്ടുപിടിക്കാൻ വന്ന ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കഴിഞ്ഞു. പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു 24,000. ആദ്യം MOSൻ്റെ ഇക്വേഷൻ അങ്ങനെ എഴുതിയാൽ അതിൽ കൊടുത്തപ്പോൾ നമുക്ക് പ്രോഫിറ്റ് കിട്ടി 24,000. ഇനി നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് ഇനി രണ്ടെണ്ണം കൂടി കണ്ടുപിടിക്കണം. ബ്രേക്ക് ഈവൻ സെയിൽസും കണ്ടുപിടിക്കണം, ആൻഡ് ഫിക്സഡ് കോസ്റ്റും കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കിനി വേറെ ഒരു മാർഗമില്ല. പക്ഷേ അവിടെ ബ്രാക്കറ്റ്സ് ഉണ്ട്. MOS എന്ന് പറയുന്നത് 80,000 എന്ന് പറയുന്നത് സെയിൽസിൻ്റെ 40% ആണ്. അപ്പോൾ അതിന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? സെയിൽസ് കണ്ടുപിടിക്കാം. അത് കിട്ടിയാൽ നമുക്ക് പിന്നെയും എന്തെങ്കിലുമൊക്കെ വഴികൾ തെളിഞ്ഞു വരും. അപ്പോൾ നമുക്ക് അതുകൊണ്ടാണ് അത് ബ്രാക്കറ്റിൽ നിൽക്കുന്നത്. നമുക്ക് തന്നിരിക്കുന്ന മാർജിൻ ഓഫ് സേഫ്റ്റി 80,000 എന്ന് പറയുന്നത് നമ്മുടെ സെയിൽസിൻ്റെ 40% ആണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് സെയിൽസ് ആദ്യം കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? സെയിൽസിനെ X ആയിട്ട് എടുക്കുക. നമ്മളൊരു വാല്യൂ എടുക്കണം, അങ്ങനെ എടുക്കാറില്ല. അസ്യൂം സെയിൽസ് ഇസ് ഈക്വൽ ടു X. അപ്പോൾ MOS എന്ന് പറയുന്നത് ഈ Xൻ്റെ 40% ആണ്. അതാണ് അവിടെ ബ്രാക്കറ്റിൽ തന്നിരിക്കുന്നത്. 80,000 എന്ന് പറയുന്നത് സെയിൽസിൻ്റെ 40% ആണ്. നമ്മൾ സെയിൽസ് എന്തായിട്ട് എടുത്തു? X ആയിട്ട് എടുത്തു. അപ്പോൾ MOS ഇസ് ഈക്വൽ ടു X ഇൻറ്റു 40%. MOS എത്രയാണ്? 80,000 ഇസ് ഈക്വൽ ടു Xൻ്റെ 40%, അതായത് 40/100. അപ്പോൾ X ഇസ് ഈക്വൽ ടു 40/100 ഇങ്ങോട്ട് വരുമ്പോൾ എന്തായി? 100/40 ആയി. അപ്പോൾ 80,000 ഇൻറ്റു 100/40. മനസ്സിലായ? അതായത് സെയിൽസ് നമ്മൾ X ആയിട്ട് എടുക്കുന്നു. ദെൻ MOS എന്ന് പറയുന്നത് സെയിൽസിൻ്റെ 40%. സെയിൽസ് നമ്മൾ എന്തായിട്ട് എടുത്തു? X. അപ്പോൾ MOS എന്ന് പറയുന്നത് Xൻ്റെ 40%. MOSൻ്റെ എമൗണ്ട് 80,000 ഇസ് ഈക്വൽ ടു Xൻ്റെ 40/100. ആ X അവിടെ നിർത്തി, ബാക്കിയുള്ള എനിക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ 80,000 ഇൻറ്റു 40/100 ഈക്വൽ ടു സൈൻ കടന്നു പോകുമ്പോൾ തല തിരിഞ്ഞു, ദാറ്റ് ഈസ് 100/40. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 2 lakh കിട്ടും. അതായത് സെയിൽസ് ഈക്വൽ ടു 2 lakh നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതെല്ലാം കണ്ടുപിടിക്കാൻ അടുത്ത സ്ലൈഡിലുണ്ട്. അപ്പോൾ സെയിൽസ് ഇങ്ങനെയാണ് കണ്ടുപിടിച്ചത്. ആ ബ്രാക്കറ്റിൽ ഇൻഫർമേഷൻ വെച്ച് MOSൽ നമ്മൾ എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്തു? സെയിൽസ് കണ്ടുപിടിച്ചു. എത്ര? 2 lakh ആണ് ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇനി നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത് ബ്രേക്ക് ഈവൻ സെയിൽസ് ആണ്. BEP, ബ്രേക്ക് ഈവൻ സെയിൽസ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള ഇൻഫർമേഷൻ എന്തൊക്കെയാണ്? ആക്ച്വൽ സെയിൽസ് ഉണ്ട്, MOS ഉണ്ട്, PV റേഷ്യോ ഉണ്ട്. ഈ 3 സംഭവങ്ങളാണുള്ളത്. ആക്ച്വൽ സെയിൽസ് ഉണ്ട്, MOS ഉണ്ട്, PV റേഷ്യോ ഉണ്ട്. അപ്പോൾ നമുക്ക് ആക്ച്വൽ സെയിൽസും MOSും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? BEP, ബ്രേക്ക് ഈവൻ സെയിൽസ് കണ്ടുപിടിക്കാം. MOS കാണാനുള്ള ആദ്യത്തെ ഇക്വേഷൻ എന്താണ്? MOS ഇസ് ഈക്വൽ ടു ആക്ച്വൽ സെയിൽസ് മൈനസ് ബ്രേക്ക് ഈവൻ സെയിൽസ്. ആ ഇക്വേഷനിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ബ്രേക്ക് ഈവൻ സെയിൽസ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ആ ഇക്വേഷൻ എഴുതി MOS ഇസ് ഈക്വൽ ടു ആക്ച്വൽ സെയിൽസ് മൈനസ് ബ്രേക്ക് ഈവൻ സെയിൽസ്. MOS എത്രയാണ്? 80,000 ഇസ് ഈക്വൽ ടു ആക്ച്വൽ സെയിൽസ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു 2 lakh മൈനസ് ബ്രേക്ക് ഈവൻ സെയിൽസ്. അപ്പോൾ ബ്രേക്ക് ഈവൻ സെയിൽസ് ഇസ് ഈക്വൽ ടു 2 lakh മൈനസ് 80,000, ദാറ്റ് ഇസ് ഈക്വൽ ടു 1,20,000. അതാണ് നമ്മുടെ ബ്രേക്ക് ഈവൻ സെയിൽസ് ആയിട്ട് വരിക. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ സെയിൽസ് കണ്ടുപിടിച്ചിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് എന്തൊക്കെ ഇൻഫർമേഷൻ ഉണ്ടെന്ന് നോക്കുക. ആ ഇൻഫർമേഷനൊക്കെ ഉൾക്കൊള്ളിപ്പിച്ച് നമുക്കിത് ഏതെങ്കിലും ഒന്നും കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കുക. അപ്പോഴാണ് നമ്മൾ MOSൻ്റെ ഇക്വേഷനിൽ എഴുതിയിട്ട് നമ്മുടെ ബ്രേക്ക് ഈവൻ സെയിൽസ് 1,20,000 നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഫിക്സഡ് കോസ്റ്റ് കണ്ടുപിടിക്കണം. നമ്മളുടെ കയ്യിൽ ബ്രേക്ക് ഈവൻ സെയിൽസ് ഉണ്ട്,
പി വി റേഷ്യോ ഉണ്ട്, ആക്ച്വൽ സെയിൽസ് ഉണ്ട്. അപ്പം ബ്രേക്ക് ഈവൺ സെയിൽസും പി വി റേഷ്യോയും ഉണ്ടെങ്കിൽ ബ്രേക്ക് ഈവൺ പോയിന്റ് കാണാനുള്ള ഇക്വേഷനിൽ പി വി റേഷ്യോ വരുന്ന ഇക്വേഷനിൽ നമ്മൾ നേരത്തെ പ്രോബ്ലത്തിൽ ചെയ്തു. ആ ഇക്വേഷൻ തന്നെ എഴുതാം. ബി പി ഇസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ. ബി പി എത്ര നമ്മളിപ്പോൾ കണ്ടുപിടിച്ചാൽ 1,20,000 ഇസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് നമുക്കറിയില്ല, അപ്പോൾ അതവിടെ എടുക്കട്ടെ, ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 30%, ദാറ്റ് ഈസ് 0.3. അപ്പോൾ ഫിക്സഡ് കോസ്റ്റ് ഇസ് ഈക്വൽ ടു 1,20,000 ഇൻറ്റു 0.3, 36,000 ആണ് നമ്മുടെ എന്തായിട്ട് വരിക, ഫിക്സഡ് കോസ്റ്റ് ആയിട്ട് വരിക. അപ്പോൾ നമ്മൾ 3 കണ്ടുപിടിച്ചു. അപ്പോൾ ക്വസ്റ്റ്യനിൽ തന്ന ഓർഡറിൽ ഒന്നല്ല നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, ഓരോരോ ഇക്വേഷൻസ് ചെയ്ത് കിട്ടുന്നതൊക്കെ ഇങ്ങോട്ട് പോയി. അപ്പോൾ നമ്മൾ ഇതിൽ ഏറ്റവും ആദ്യം എന്താ കണ്ടുപിടിച്ചാൽ പ്രോഫിറ്റാണ് കണ്ടുപിടിച്ചത്. അത് ഏറ്റവും ലാസ്റ്റ് ചോദിച്ചേക്കുന്നത് പ്രോഫിറ്റ്. അപ്പോൾ ആ ഓർഡർ തന്നെ കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റില്ല. തന്നിരിക്കുന്ന ഇൻഫർമേഷൻ വെച്ച് നമുക്ക് ഏതാണോ ആദ്യം കണ്ടുപിടിക്കാൻ വേണ്ടത് അത് കണ്ടുപിടിക്കുക. അടുത്തത് കണ്ടുപിടിക്കാൻ നോക്കേണ്ടത് എന്താണ്, നമ്മുടെ കയ്യിൽ എന്തൊക്കെയുണ്ട്, ആ ഇൻഫർമേഷൻ വെച്ച് ഏത് ഇക്വേഷനിൽ ഉപയോഗിച്ചാലാണ് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുക, അതാണ് നോക്കണം. അത് എപ്പോഴും നമ്മുടെ കണ്ണ് എവിടെ വേണം, നമ്മുടെ കയ്യിലുള്ള ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് അത് വെച്ച്. ഇക്വേഷൻ നോക്കണേക്കാളും മുമ്പ് നിങ്ങൾ നോക്കേണ്ടത് ക്വസ്റ്റ്യനിൽ എന്തൊക്കെ ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഫസ്റ്റ് സൊല്യൂഷൻ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തപ്പോൾ എന്തൊക്കെ ഇൻഫർമേഷൻ കണ്ടുപിടിച്ചു, അത് വെച്ചിട്ട് നമുക്ക് ബാക്കി എന്തെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നാണ് നോക്കേണ്ടത്. അല്ലാണ്ട് നമ്മൾ എല്ലാ ഇക്വേഷൻസും നോക്കാമെന്നുള്ള നമുക്ക് സമയം കിട്ടില്ല. അപ്പോൾ ഇങ്ങനെ വെച്ച് നമുക്ക് ഇങ്ങനെ ചെയ്താലാണ് നമുക്ക് ടൈമിൽ നമുക്ക് പ്രോബ്ലം വർക്കൗട്ട് ചെയ്ത് തീർക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ 3 ക്വസ്റ്റ്യന് നമ്മൾ ആൻസർ കണ്ടുപിടിച്ചു. പ്രോഫിറ്റ് ഏറ്റവും ആദ്യം കണ്ടുപിടിച്ചു 24,000 കണ്ടുപിടിച്ചു. ദെൻ നമ്മൾ കണ്ടുപിടിച്ചത് ബ്രേക്ക് ഈവൻ സെയിൽസ് ആണ് 1,20,000 കണ്ടുപിടിച്ചു. ഏറ്റവും ലാസ്റ്റ് ഫിക്സഡ് കോസ്റ്റ് 36,000 ഫൈൻഡ് ഔട്ട് ചെയ്തു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, കാൽക്കുലേറ്റ് ബ്രേക്ക് ഈവൻ സെയിൽസ്. ആകെ ഒരേ ഒരു ക്വസ്റ്റ്യൻ ആണല്ലോ, നമുക്ക് എന്ത് മാത്രം കണ്ടുപിടിച്ചാൽ മതി, ബി പി ഇൻ സെയിൽസ് വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. അതിൽ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ എന്ന് പറയുന്നത് പ്രോഫിറ്റ് തന്നിട്ടുണ്ട് 5,000 എന്നും പി വി റേഷ്യോ 50% എന്നും തന്നിട്ടുണ്ട്. ഈ 2 ഇൻഫർമേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, ബ്രേക്ക് ഈവൻ സെയിൽസ് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മളുടെ ആകെ ഒരെണ്ണം കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ആദ്യം അതിൻ്റെ ഇക്വേഷൻ നിങ്ങൾ എഴുതിയിട്ടോ, ബി പി ഇസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ. ക്വസ്റ്റ്യനിൽ പി വി റേഷ്യോ തന്നിട്ടുണ്ടല്ലോ, അപ്പോൾ നമുക്ക് അതെല്ലാം ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ബി പി ഇസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ. അപ്പോൾ നമുക്കതിൽ എന്ത് പി വി റേഷ്യോ അറിയാം, പക്ഷേ നമ്മളിൽ എന്തില്ല, ഫിക്സഡ് കോസ്റ്റ് ഇല്ല. അപ്പോൾ അത് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, ഫിക്സഡ് കോസ്റ്റ് കണ്ടുപിടിക്കണം. ഫിക്സഡ് കോസ്റ്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, പ്രോഫിറ്റിൻ്റെ ഇക്വേഷൻ. പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സഡ് കോസ്റ്റ്. ആ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ, ഫിക്സഡ് കോസ്റ്റ് കണ്ടുപിടിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഫിക്സഡ് കോസ്റ്റ് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ബി പിയുടെ ഇക്വേഷൻ ആയിരുന്നു, പക്ഷെ നമ്മളിലെ ബി വി പി നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ ഈ ഇക്വേഷൻ എഴുതി പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സഡ് കോസ്റ്റ്. അപ്പോൾ അതിനാദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, പ്രോഫിറ്റ് നമ്മളുടെ കയ്യിലുണ്ട്, പക്ഷെ എന്തില്ല, കോൺട്രിബ്യൂഷൻ നമ്മളുടെ കയ്യിലില്ല. അപ്പോൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം, കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്, സെയിൽസ് മൈനസ് വാരിയബിൾ കോസ്റ്റ്. പക്ഷേ അതെന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് തന്നിട്ടില്ല, സെയിൽസും തന്നിട്ടില്ല, വാരിയബിൾ കോസ്റ്റും തന്നിട്ടില്ല. നമുക്ക് വേണമെങ്കിൽ സെയിൽസ് കണ്ടുപിടിക്കാനൊരു ഓപ്ഷൻ ഉണ്ട്, പക്ഷെ നമ്മളിൽ എന്തില്ല, വാരിയബിൾ കോസ്റ്റ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് ആ ഇക്വേഷൻ ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. പിന്നെ നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത്, ഒരു പി വി റേഷ്യോ ഒക്കെ എടുക്കുന്നുണ്ട്. അതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, നമ്മൾ നേരത്തെ പ്രോബ്ലത്തിൽ ചെയ്തല്ലോ, ആ പി വി റേഷ്യോ ഉപയോഗിച്ചാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കാം. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എഴുതി, പി വി റേഷ്യോ ഇസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. അതിൽ പി വി റേഷ്യോ 50% തന്നിട്ടുണ്ട്, പക്ഷേ കോൺട്രിബ്യൂഷനും അറിയില്ല, സെയിൽസും അറിയില്ല. പക്ഷേ ക്വസ്റ്റ്യനിലും നോക്കുക, സെയിൽസ് കണ്ടുപിടിക്കാനുള്ള അവിടെ ക്ലൂ ഒന്നും തന്നിട്ടുണ്ട്. അപ്പോൾ അതിന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, സെയിൽസ് കണ്ടുപിടിക്കാം. ഇതുവരെ മനസ്സിലായ, അതായത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ബി പി ആണ്. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ ആണ്. ക്വസ്റ്റ്യനിൽ പി വി റേഷ്യോ ഉണ്ട്, പക്ഷേ ഫിക്സഡ് കോസ്റ്റ് ഇല്ല, അത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഈ ഫിക്സഡ് കോസ്റ്റ് കണ്ടുപിടിക്കാനായിട്ട് സെപ്പറേറ്റ് ഇക്വേഷൻ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ എന്ത് നോക്കണം, ഏതൊക്കെ ഇക്വേഷനിലാണ് ഫിക്സഡ് കോസ്റ്റ് വരുന്നത് നോക്കണം. ഏറ്റവും നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഇക്വേഷൻ ബി പിയുടെ ഇക്വേഷൻ ആയിരിക്കും, പക്ഷെ ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല, ബി പി നമ്മുടെ കയ്യിലില്ല. വേറെ ഇക്വേഷൻ എന്ന് പറയുന്നത് പ്രോഫിറ്റ് നമ്മളിലുണ്ട്. അപ്പോൾ പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എഴുതാം, പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സഡ് കോസ്റ്റ്. അപ്പോൾ നമുക്ക് എന്ത് വേണം, ആ ഫിക്സഡ് കോസ്റ്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം, കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കണം. കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കാൻ സെയിൽസ് മൈനസ് വാരിയബിൾ കോസ്റ്റ് ആണ്, പക്ഷേ ക്വസ്റ്റ്യനിൽ സെയിൽസ് കണ്ടുപിടിക്കാനൊരു ക്ലൂ തന്നിട്ടുണ്ട്, പക്ഷേ വാരിയബിൾ കോസ്റ്റ് തന്നിട്ടില്ല. അപ്പോൾ അതും ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കോൺട്രിബ്യൂഷൻ ഉപയോഗിക്കുന്ന വേറെ ഇക്വേഷൻ നോക്കുക. നമ്മുടെ പി വി റേഷ്യോ ഇക്വേഷനിൽ നമ്മൾ കോൺട്രിബ്യൂഷൻ ഉപയോഗിക്കാറുണ്ട്, അതിട്ട് കൊടുത്തു കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. അപ്പോൾ അതിൽ ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം, സെയിൽസ് കണ്ടുപിടിക്കണം.
നേരത്തെ ക്വസ്റ്റ്യനിൽ ചെയ്തോണം തന്നെ. നേരത്തെ ക്വസ്റ്റ്യനിൽ MOS സെയിൽസിൻ്റെ 40% എന്ന് പറഞ്ഞു. അതുപോലെ ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്, പ്രോഫിറ്റ് ഈസ് ദ 20% ഓഫ് സെയിൽസ്. നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറയുന്ന 5,000 സെയിൽസിൻ്റെ 20% ആണ്. നേരത്തെ എടുത്തോളം തന്നെ ചെയ്യുക. സെയിൽസിന് എന്തായിട്ട് എടുക്കുക, എക്സ് ആയിട്ട് എടുക്കുക. അപ്പോൾ എന്താണ്, പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു 20%. നമ്മൾ സെയിൽസിന് എക്സ് ആയിട്ട് എടുത്തു. പ്രോഫിറ്റ് എന്ന് പറയുന്നത്, പ്രോഫിറ്റായ 5,000 എന്ന് പറയുന്നത് സെയിൽസിൻ്റെ 20% ആണ്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതി ന്യൂമറിക്കലി, നമ്മൾ പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു 20%. നമ്മൾ 5,000 ഇസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു 20/100. എക്സിനെ അവിടെ നിർത്തിയിട്ട് 20/100 ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ എന്തായി, 5,000 ഇൻറ്റു 20/100 ഈക്വൽ ടു നമ്മൾ വന്നപ്പോൾ 100/20. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 5,000 ഇൻറ്റു 100/20 ദാറ്റ് ഇസ് ഈക്വൽ ടു 25,000. അതായത് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു, നമ്മുടെ സെയിൽസ് എന്ന് പറയുന്നത് 25,000 ആണെന്ന് കണ്ടുപിടിച്ചു. ആ ക്ലൂ വെച്ചിട്ട്, അതായത് പ്രോഫിറ്റിൻ്റെ 20% ആണ് സെയിൽസ് എന്ന് തന്നിട്ടുണ്ട്, 5,000ൻ്റെ 20% ആണ് സെയിൽസ്. അങ്ങനെ നമ്മൾ സെയിൽസ് വാല്യൂ എത്രയെന്ന് കണ്ടുപിടിച്ചു, 25,000 ആണെന്ന് കണ്ടുപിടിച്ചു. ഇനി നമ്മൾ നേരത്തെ എഴുതിയ PV റേഷ്യോയുടെ ഇക്വേഷനിൽ എഴുതാം. PV റേഷ്യോ എത്രയാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, 0.5 ഇസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ നമുക്കറിയില്ല, അത് കണ്ടുപിടിക്കാനുള്ള ഈ പണിയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ്. സെയിൽസ് എത്രയാണ്, 25,000. അപ്പോൾ ഡിവൈഡഡ് ബൈ സെയിൽസ്. അവിടെ 0.5 എഴുതിയത് കൊണ്ട് പിന്നെ ഇൻറ്റു 100 എഴുതേണ്ട ആവശ്യം ഇല്ല. അവിടെ 50 എന്ന് എഴുതിയെങ്കിൽ നമ്മൾ എന്ത് എഴുതണമായിരുന്നു, ഇൻറ്റു 100 എഴുതണമായിരുന്നു. അതുകൊണ്ട് ഇവിടെ ഇൻറ്റു 100 എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ കോൺട്രിബ്യൂഷൻ ഇസ് ഈക്വൽ ടു ഈ 25,000 അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പോൾ 25,000/25,000 അങ്ങോട്ട് പോയപ്പോൾ ഇൻറ്റു 25,000 ആയി. 25,000 ഇൻറ്റു 0.5 നമ്മൾ കിട്ടി. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി 12,500 നമുക്ക് ആൻസർ കിട്ടി. അതായത് കോൺട്രിബ്യൂഷൻ എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചു, 12,500 ആണ് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ നമ്മുടെ ആ ഇക്വേഷനിൽ ഉപയോഗിക്കാനുള്ള കോൺട്രിബ്യൂഷൻ കിട്ടി 12,500. നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിച്ചു, സെയിൽസ് കണ്ടുപിടിച്ചിട്ട് PV റേഷ്യോ ഇക്വേഷനിൽ സെയിൽസിൻ്റെ അവിടെ 25,000 ഇട്ടപ്പോൾ നമുക്ക് കോൺട്രിബ്യൂഷൻ 12,500 കിട്ടി. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ എഴുതിയ ഇക്വേഷൻ വീണ്ടും എടുത്ത് എഴുതാം. പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സഡ് കോസ്റ്റ്. അതിൽ പ്രോഫിറ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 5,000 എന്ന് പറഞ്ഞിട്ട് 5,000 ഇസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ നമ്മൾ ഇപ്പോൾ തന്നെ കണ്ടുപിടിച്ചു എത്ര, 12,500 മൈനസ് ഫിക്സഡ് കോസ്റ്റ്. അപ്പോൾ ഫിക്സഡ് കോസ്റ്റ് എത്ര കിട്ടും, 12,500 മൈനസ് 5,000. നമുക്ക് 7,500 ആണ് ഫിക്സഡ് കോസ്റ്റ് ആയിട്ട് കിട്ടുക. ഓക്കെ, ഇതൊന്നല്ല നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് ആകെ ഒരു ക്വസ്റ്റ്യൻ മാത്രമായിരുന്നു, ഏത്, BEP. അവിടെ നിന്നാണ് നമ്മൾ ഇവിടം വരെ എത്തിയത്. അതാണ് ഞാൻ പറഞ്ഞത്, ക്വസ്റ്റ്യൻ ചിലപ്പോൾ ചെറുതായിരിക്കും, പക്ഷേ അതിൻ്റെ അഡീഷണലായിട്ട് നമ്മളിപ്പോൾ കുറേ സംഭവങ്ങൾ കണ്ടുപിടിച്ചു. ആദ്യം കോൺട്രിബ്യൂഷൻ കണ്ടുപിടിച്ചു, then അത് കഴിഞ്ഞിട്ട് പ്രോഫിറ്റ് കണ്ടുപിടിച്ചു, ഫിക്സഡ് കോസ്റ്റ് കണ്ടുപിടിച്ചു. ഇനിയാണ് നമ്മൾ ആക്ച്വൽ ഇക്വേഷനിലേക്ക് വന്നത്. BEP ഇസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ PV റേഷ്യോ. ദാറ്റ് ഇസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചു, 7,500 ഡിവൈഡഡ് ബൈ PV റേഷ്യോ 50% തന്നിട്ടുണ്ട്, അത് 0.5 ആയിട്ട് എഴുതി. ദാറ്റ് ഇസ് ഈക്വൽ ടു 15,000. നമ്മൾ ബ്രേക്ക് ഈവൻ സെയിൽസ് എന്ന് പറഞ്ഞിട്ട് എത്ര കണ്ടുപിടിച്ചു, 15,000 നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ക്വസ്റ്റ്യൻ ചെറുതാണ്, പക്ഷെ ചെയ്ത് വരുമ്പോൾ കുറേ ഉണ്ടാവും. അപ്പോൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്ത് ഇങ്ങനെ പോകുന്നത് നമുക്ക് ആൻസർ കണ്ടെത്താൻ പറ്റും. ഓക്കെ, ഒരു പ്രോബ്ലം ചെയ്യാം. ഫൈൻഡ് പ്രോഫിറ്റ്. ഇതിലും ആകെ ഒരു ക്വസ്റ്റ്യനുള്ള നമ്മളോട് എന്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നു, പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നു. അതിലെന്തൊക്കെ ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്, സെയിൽസ് 80,000 തന്നിട്ടുണ്ട്, മാർജിനൽ കോസ്റ്റ് 60,000, ബ്രേക്ക് ഈവൻ സെയിൽസ് 60,000. ഇത്രയ്ക്ക് 3 ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നു. ഓക്കെ, നമുക്ക് നേരെ പ്രോബ്ലം ആൻസറിലേക്ക് പോവാം. ആദ്യം നമ്മൾ പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എഴുതി. അതിൽ പറ്റുമോ നോക്കട്ടെ. ആദ്യം ഒരു ഇക്വേഷൻ എഴുതാം, എന്നിട്ട് അതിൽ പറ്റില്ലെങ്കിൽ വേറെ ഇക്വേഷൻ വലുതുണ്ടെങ്കിൽ നോക്കാം നമുക്ക്. ആദ്യം നമ്മൾ എഴുതി എന്താണ്, പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സഡ് കോസ്റ്റ്. കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞ ഇക്വേഷൻ നമുക്ക് കൊടുത്താൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. ദെൻ കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കാൻ എന്തെങ്കിലും മാർഗം ഉണ്ട്. നമുക്ക് സെയിൽസും തന്നിട്ടുണ്ട്, മാർജിനൽ കോസ്റ്റും തന്നിട്ടുണ്ട്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞു മാർജിനൽ കോസ്റ്റ് തന്നെയാണ് എന്ത് കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ്. ഇന്നത്തെ ഒരു ക്വസ്റ്റ്യൻ ഇതുപോലെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാർജിനൽ കോസ്റ്റ് തന്നെയാണ് വേരിയബിൾ കോസ്റ്റ്. അപ്പോൾ അതിന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കാം. 80,000 മൈനസ് 60,000 ഇസ് ഈക്വൽ ടു 20,000. അപ്പോൾ നമുക്ക് കോൺട്രിബ്യൂഷൻ കിട്ടി.
ഇനി എന്ത് വേണം നമുക്ക്? ഫിക്സഡ് കോസ്റ്റ് കണ്ടുപിടിക്കണം. ഫിക്സഡ് കോസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നേരത്തെ പറഞ്ഞ പോലെ 2 ഇക്വേഷനിലാണ് ആകെ ഫിക്സഡ് കോസ്റ്റ് വേണം. ഒന്ന് നേരത്തെ ഏത് ഇക്വേഷനിലും പിന്നെ ഇതിലാണ് BEP ഇക്വേഷനിലും. BEP is equal to ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ PV റേഷ്യോ. അതാണ്. അപ്പോൾ അവിടെ നമുക്ക് BEP നമുക്കറിയാം, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഫിക്സഡ് കോസ്റ്റും അറിയില്ല, PV റേഷ്യോയും അറിയില്ല. അപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും? PV റേഷ്യോ കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അത് ചെയ്താൽ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതുവരെ ചെയ്ത് മനസ്സിലായില്ലേ? ആദ്യം നമ്മൾ പ്രോഫിറ്റിൻ്റെ ഇക്വേഷൻ എഴുതി. കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സഡ് കോസ്റ്റ് ആണ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ദെൻ കോൺട്രിബ്യൂഷൻ കണ്ടുപിടിച്ച് നമ്മൾ സെയിൽസ് മൈനസ് വാരിയബിൾ കോസ്റ്റ്. ഇവിടെ വാരിയബിൾ കോസ്റ്റിന് പകരം മാർജിനൽ കോസ്റ്റ് എന്ന് പേരിൽ തന്നിരിക്കുന്നു, അത് തന്നെയാണ്. അപ്പോൾ നമ്മൾ കോൺട്രിബ്യൂഷൻ 20,000 എന്ന് കണ്ടുപിടിച്ചു. ഇനി നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഫിക്സഡ് കോസ്റ്റ് കണ്ടുപിടിക്കണം. ഫിക്സഡ് കോസ്റ്റ് കണ്ടുപിടിക്കാൻ നേരത്തെ ഇക്വേഷൻ ഇല്ല, പക്ഷെ നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ വെച്ച് BEP ഇക്വേഷനിൽ കൊടുത്താൽ നമുക്ക് ഫിക്സഡ് കോസ്റ്റ് കണ്ടുപിടിക്കാം. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എഴുതി. BEP is equal to ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ PV റേഷ്യോ. അപ്പോൾ നമ്മൾ എന്ത് കണ്ടു? BEP നമ്മുടെ കയ്യിലുണ്ട്, ഫിക്സഡ് കോസ്റ്റ് കണ്ടുപിടിക്കാൻ ഒരു മാർഗ്ഗമില്ല, പക്ഷേ PV റേഷ്യോ കണ്ടുപിടിക്കാൻ പറ്റും. സെയിൽസും വാരിയബിൾ കോസ്റ്റും നമ്മുടെ കയ്യിലുണ്ടല്ലോ, അപ്പോൾ നമുക്ക് PV റേഷ്യോ കണ്ടുപിടിക്കാൻ പറ്റും. അത് അടുത്ത സ്ലൈഡിലുണ്ട്. അപ്പോൾ നമ്മൾ PV റേഷ്യോ ഒരു ഇക്വേഷൻ എഴുതി. ദാറ്റ് ഈസ് കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. കോൺട്രിബ്യൂഷൻ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു 20,000 ഡിവൈഡഡ് ബൈ സെയിൽസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 80,000 ഇൻറ്റു 100. ദാറ്റ് ഈസ് ഈക്വൽ ടു 25%. നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? PV റേഷ്യോ കണ്ടുപിടിച്ചു. അപ്പോൾ നമ്മൾ PV റേഷ്യോ കണ്ടു. ഇനി നമ്മൾ നേരത്തെ എഴുതിയ BEP ഇക്വേഷനിൽ എഴുതാം. BEP is equal to ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ PV റേഷ്യോ. BEP എത്രയാണ്? നമുക്ക് 60,000 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ PV റേഷ്യോ 25%. ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു. അതിനെ നമ്മൾ എന്തെന്ന് എഴുതി? 0.25 എന്ന് എഴുതി. അപ്പോൾ 60,000 ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ 0.25. ഞാൻ 0.25 അങ്ങോട്ട് കൊണ്ടുപോയി നമുക്ക് ഫിക്സഡ് കോസ്റ്റ് കിട്ടും. ഫിക്സഡ് കോസ്റ്റ് is equal to 60,000 ഇൻറ്റു ബൈ 0.5 അങ്ങോട്ട് വന്നപ്പോൾ ഇൻറ്റു 0.5 ആയി is equal to 15,000. അതായത് ഫിക്സഡ് കോസ്റ്റ് എത്രയാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു? 15,000. 15,000 രൂപയാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. അപ്പോൾ ആദ്യം നമ്മൾ PV റേഷ്യോ കണ്ടുപിടിച്ചിട്ട് BEP ഇക്വേഷനിൽ കൊടുത്തപ്പോൾ നമുക്ക് ഫിക്സഡ് കോസ്റ്റ് 15,000 കിട്ടി. ഇനി നമുക്ക് എളുപ്പമാണ്. ഏറ്റവും തുടക്കത്തിൽ നമ്മൾ എഴുതിയ ഇക്വേഷൻ എഴുതാം. പ്രോഫിറ്റ് is equal to കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സഡ് കോസ്റ്റ്. അതിലെ പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ നമ്മൾ ആദ്യം കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു 20,000 മൈനസ് ഫിക്സഡ് കോസ്റ്റ് എത്ര കണ്ടുപിടിച്ചു? നമ്മൾ 15,000 is equal to 5,000. അപ്പോൾ പ്രോഫിറ്റ് നമ്മൾ എത്രയാണ് ഫൈൻഡ് ഔട്ട് ചെയ്തു? 5,000 ആണ് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ ആകെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നുള്ള എന്ത് കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രം? പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രം. പക്ഷെ നമ്മൾ അതിൽ എന്തൊക്കെ ഉപയോഗിച്ചു? കോൺട്രിബ്യൂഷൻ്റെ ഇക്വേഷൻ ഉപയോഗിച്ചു, PV റേഷ്യോ ഇക്വേഷൻ ഉപയോഗിച്ചു, BEP ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് ഈ സിമ്പിൾ ഇക്വേഷൻ ആവശ്യമുള്ളത്. മെയിൻ ആൻസർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ വളരെ സിമ്പിളാണ്. പക്ഷെ അതിലത്തെ ഒരു ഐറ്റം ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞ ഐറ്റം കണ്ടുപിടിക്കാൻ തന്നെ 2 ഇക്വേഷൻ ഉപയോഗിക്കേണ്ടി വന്നു. കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കാണ്ട് വേറെ ഇക്വേഷൻ ഉപയോഗിക്കേണ്ടി വന്നു. അപ്പോൾ ഇതാണ് ഈ സബ്ജക്റ്റിൻ്റെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഈ ചാപ്റ്ററിൻ്റെ പ്രത്യേകത. ഇക്വേഷൻസ് ബൈ ഹാർട്ട് ആയിരിക്കണം. എപ്പോൾ വന്നാലും നമുക്ക് ഏതൊക്കെ നമ്മൾ ഈ പഠിച്ചിരിക്കുന്ന എനിക്ക് തോന്നുകയാണെങ്കിൽ ഒരു മാക്സിമം ഒരു 15 ഇക്വേഷനാവും ഈ ചാപ്റ്ററിൽ ഉണ്ടാവുക. ആ 15 ഇക്വേഷനും ഏത് നേരത്തും നമ്മുടെ മനസ്സിലിങ്ങനെ വന്നൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ ഇതൊക്കെ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അതിന് ആവശ്യമുള്ള എടുക്കാൻ നമുക്ക് പറ്റും. അതാണ് ഞാൻ പറഞ്ഞത്, ബൈ ഹാർട്ട് ആയിരിക്കണം നമ്മുടെ ഇക്വേഷൻസൊക്കെ. അതിനനുസരിച്ച് ആ എഫേർട്ട് എടുത്തിട്ട് അറ്റ്ലീസ്റ്റ് ഡെയിലി ഒരു 3 ടൈംസെങ്കിലും ഈ ഒരു പേപ്പറിലുള്ള എല്ലാ ഇക്വേഷൻസും വായിച്ചാൽ നമുക്ക് എക്സാം സമയത്ത് ഇവിടെ എല്ലാം നമ്മൾ ഓർമ്മയിൽ വന്നോളൂ. ഓക്കെ, അത് എഴുതാട്ടോ, മറക്കരുത്. ഒരു പേപ്പറിൽ ഈ ചാപ്റ്ററിലത്തെ എല്ലാ ഇക്വേഷൻസും ഒരു പേപ്പറിൽ എഴുതി വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയ്ക്ക് കൺഫ്യൂഷനും ഇത്രയ്ക്ക് ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ഈ പ്രോബ്ലംസ് ചെയ്യാനായിട്ട്. ഓക്കെ, താങ്ക് യു.